നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സൂപ്പർ പ്രൈം ടൈമിലേക്ക് സ്വാഗതം. 10 വർഷത്തെ ഭരണത്തിൽ പരാതികൾ പലതുണ്ടായിരുന്നു, പ്രതിഷേധങ്ങൾ പലതുണ്ടായി. നവകേരളം സൃഷ്ടിക്കാനുള്ള ശ്രമത്തിനിടെ നടത്തിയ രക്ഷാപ്രവർത്തനം പക്ഷേ കേരളത്തിന് ദഹിച്ചില്ല. കയ്യിൽ കരിങ്കൊടി മാത്രമുണ്ടായ 2 ചെറുപ്പക്കാരെ തല്ലിച്ചതച്ച് മൂലക്കിട്ടതിനിട്ട ഓമന പേരായിരുന്നു രക്ഷാപ്രവർത്തനം. ആ തല്ലുകൊണ്ടത് കേരളത്തിന്റെ പൊതുബോധത്തിന് കൂടിയായിരുന്നു. സമരം കൊണ്ട് പണിതെടുത്ത കേരളത്തിൽ സമരം ചെയ്തവരുടെ തല തല്ലി പൊളിച്ചതിന് കേരളം നൽകിയ മറുപടിയാണ് 140-ലെ 35. കോട്ടകൾ ഇളകിയതും കരുത്തർ വീട്ടിലിരുന്നതും കേരളത്തിന്റെ രക്ഷാപ്രവർത്തനം. പാർട്ടി സെക്രട്ടറി കാലം മുതൽ ഇങ്ങോട്ട് നിഴലായി നിന്ന ഗൺമാനും കൂട്ടർക്കും മേൽ ഇന്നൊരു പുതിയൊരു വകുപ്പ് കൂടി, നരഹത്യ. ഒന്നും മറക്കാത്ത സതീശൻ സർക്കാരിന്റെ പുതിയ കരുതൽ, ഇനി നോ രക്ഷ. നമുക്കൊപ്പം അതിഥികളായി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി അജയ് ജുവൽ കുര്യാക്കോസ്, അഡ്വക്കേറ്റ് MR അഭിലാഷ്, NIA മുൻ ഉദ്യോഗസ്ഥൻ TK രാജ്മോഹൻ എന്നിവരാണ് അതിഥികളായി ഇന്ന് സൂപ്പർ പ്രൈം ടൈമിൽ ചേരുന്നത്. ആദ്യം അജയ് ജുവൽ കുര്യാക്കോസ്. ഇന്നതാ അജയെയും AD തോമസിനെയും അതിക്രൂരമായി മർദ്ദിച്ച്, അജയുടെ കൈക്കാണ് പൊട്ടലേറ്റത്, കൈ എല്ല് പൊട്ടി. അപ്പോൾ അത്രയും ക്രൂരമായ മർദ്ദനം കേരളം മുഴുവൻ കണ്ടു. പക്ഷേ തൊട്ടടുത്ത ദിവസം മുതൽ ഇങ്ങോട്ട് അതിനെ രക്ഷാപ്രവർത്തനം എന്നാണ് വിശദീകരിച്ചത്, വ്യാഖ്യാനിച്ചത്, ന്യായീകരിച്ചത്. ഇന്ന് ഈ ദിവസം ആ 5 പേർക്കെതിരെ പുതിയൊരു വകുപ്പ് കൂടി, പുതിയൊരു കുറ്റം കൂടി ചുമത്തപ്പെടുകയാണ്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, 108-ാം വകുപ്പ്. ഇത് പ്രതീക്ഷിച്ചിരുന്നു അജയ്? തീർച്ചയായിട്ടും ഞാനും AD തോമസും ഏറ്റവും ആദ്യം മുതൽക്കേ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ കേസിൽ ഞങ്ങളെ മനഃപൂർവ്വം ഞങ്ങൾ അവരെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതുകൊണ്ടല്ല, ഞങ്ങളെ വലിച്ച് അടിക്കാൻ, തലയ്ക്കടിക്കാനുള്ള ഒരു ശ്രമമുണ്ടായി. അതിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത് കൊല്ലണമെന്നുള്ള ഉദ്ദേശമാണ് എന്ന് ഞങ്ങൾ ആദ്യം മുതൽക്കേ പറയുന്നുണ്ടായിരുന്നു. ഒരിക്കലും അത് മറ്റ് ഉദ്യോഗസ്ഥരോടുള്ള എന്തെങ്കിലും വൈരാഗ്യമോ മറ്റുമല്ല. സമാധാനപരമായി സമരം ചെയ്തുകൊണ്ടിരുന്ന ഞാനും തോമസും മുദ്രാവാക്യം വിളിക്കുക മാത്രമാണ് ചെയ്തത്. മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹം കടന്നുപോയ ശേഷം അവിടെ ഉണ്ടായിരുന്ന ലോക്കൽ പോലീസ് എന്നെയും തോമസിനെയും ഈ ഒരു കടയുടെ ഓരത്തോട് ചേർത്ത് നിർത്തി കഴിയുമ്പോൾ, മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നുപോയ ശേഷം അതിൻ്റെ പിറകിൽ വരുന്ന വാഹനത്തിൽ നിന്നൊരാൾ ഒരു മുന്നറിയിപ്പുമില്ലാതെ പെട്ടെന്ന് വണ്ടി നിർത്തി അങ്ങ് ഇറങ്ങുകയാണ്. കൈ ഉയർത്തി അടിക്കുന്നത്, 2 കൈയും തലയ്ക്ക് മേളിൽ വെച്ചുകൊണ്ട് തല ലക്ഷ്യമാക്കിക്കൊണ്ട് അടിക്കുകയാണ്. ആ അടിക്കുന്നത് 308 എന്ന് പറയുന്ന ഒഫൻസാണ്. സത്യത്തിൽ ഒരു കാരണവുമില്ല, കൊല്ലണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി അല്ലാതെ കൈ രണ്ടും വീശി ഒരാളുടെ തല ലക്ഷ്യമാക്കി അടിക്കണമെന്നുണ്ടെങ്കിൽ. കേട്ടില്ല? ഞാൻ ചോദിച്ചത്, അജയുടെ കൈയുടെ എല്ലാണ് പൊട്ടിയത്. തലയ്ക്ക് മർദ്ദനമേൽക്കുന്നത് തടയാൻ വേണ്ടി കൈ ഉയർത്തിയപ്പോഴാണോ കൈയുടെ എല്ല് പൊട്ടിയത്? ഞാനും തോമസും നിൽക്കുമ്പോൾ ഞങ്ങൾ കാണുന്നില്ല ഇങ്ങനൊരു വാഹനത്തിൽ ഒരാൾ വന്ന് ഇറങ്ങുന്നതും ഞങ്ങളെ മർദ്ദിക്കാൻ അടിക്കുന്നതും. ആ ആദ്യത്തെ അടി അപ്രതീക്ഷിതമായി തോമസിൻ്റെ തലയിൽ ഉച്ചിയിൽ കൊള്ളുകയാണ്. ആ സമയത്ത് കൈ യാദൃശ്യം വെച്ചാൽ അവൻ പൊക്കുന്നത് കൊണ്ട് അവൻ്റെ കയ്യിൽ കൊണ്ട് ആ അടിയുടെ ഫോഴ്സ് കുറഞ്ഞിട്ടും ആ അടി അവൻ്റെ തലയിൽ ഉച്ചിയിൽ കൊണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവൻ്റെ തല പൊട്ടിയത്. അതിനുശേഷം അയാൾ വീണ്ടും അടിക്കുമ്പോൾ, എൻ്റെ തല ലക്ഷ്യമാക്കി അടിക്കുമ്പോൾ ഞാൻ കൈ കൊണ്ട് തടുക്കുകയാണ്, എൻ്റെ അടുത്ത കൈ കൊണ്ട് ഞാൻ തടുക്കുകയാണ്. അത് 2-3 വട്ടം അത് വീണ്ടും വീണ്ടും മാറി മാറി അടിക്കുന്നു. അത് കൈ കൊണ്ട് തടുത്തില്ലായിരുന്നുവെങ്കിൽ തല പൊളന്നു പോയേനെ. ആ രീതിക്കായിരുന്നു അദ്ദേഹം തല ലക്ഷ്യമാക്കി അടിക്കുന്നത്. അത് കൊല്ലണമെന്നുള്ള ഉദ്ദേശമാണല്ലോ. ഒരു ആൾ വീണ്ടും വീണ്ടും തല ലക്ഷ്യമാക്കി അടിക്കുമ്പോൾ പൊട്ടിച്ചോര വരുന്നത് മനസ്സിലാക്കിയിട്ടും തല ലക്ഷ്യമാക്കി അടിക്കുന്നത് കൊല്ലണമെന്നുള്ളത് സ്റ്റുഡിയോ. അതിൻ്റെ പിറകിൽ നിന്ന് വന്ന വാഹനത്തിൽ നിന്ന് ചാടി ഇറങ്ങിയ ആളും എന്താണ് ചെയ്യുന്നത്? വന്ന് ഒരു ദയദാക്ഷിണ്യമില്ലാതെ റോട്ടിലെ ഒരു തെരുവ് നായയെ ആക്രമിക്കുന്നത് പോലെയാണ് അവിടെ സമാധാനപരമായി സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന എന്നെയും തോമസിനെയും വീണ്ടും വീണ്ടും മൃഗീയമായി മർദ്ദിച്ചത്. ഞങ്ങൾ അന്ന് മുതൽക്കേ പറയുന്നുണ്ട്, ഈ പറയുന്നത് ഇവർ ഞങ്ങളെ കൊല്ലാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ ആ 308 പോലൊരു വകുപ്പ് ഇൻകോർപ്പറേറ്റ് ചെയ്യണമെന്ന് ഞാനും തോമസും ഏറ്റവും ആദ്യം ദിവസം മുതൽ തന്നെ പറയുന്നൊരു കാര്യമാണ്. അതിനായി ഞങ്ങളൊരു CMB വീണ്ടും മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജീവൻ രക്ഷാ പ്രവർത്തനം എന്നാണ് അന്നത്തെ മുഖ്യമന്ത്രി വ്യാഖ്യാനിച്ചത്. ഇത് 2023 ഡിസംബർ 15-നാണ് ഈ സംഭവം നവകേരള യാത്രക്കിടെ ആലപ്പുഴയിൽ വെച്ചുണ്ടാകുന്നത്. ഡിസംബർ 16-ന് തൊട്ടടുത്ത ദിവസം 24 മണിക്കൂറിനുള്ളിൽ അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ സംഭവത്തെ എങ്ങനെയാണ് വിശദീകരിച്ചത്, എങ്ങനെയാണ് ന്യായീകരിച്ചത്? കേരളം കേട്ടതാണ്, ഒരിക്കൽ കൂടി കേൾക്കാം.
എൻ്റെ വാഹനത്തിൻ്റെ മുന്നിൽ വന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ സാധാരണ യൂണിഫോമിലുള്ള പോലീസുകാർ തടയുന്നതാണ് ഞാൻ കണ്ടത്. എൻ്റെ കൂടെയുള്ള പോലീസുകാരെന്ന് പറയുന്നവർ അവർ വളരെ മുന്നിലായിരുന്നു അന്നേരം. നേരെ ഈ പോലീസുകാരാണ് തടയുന്നത് ഞാൻ കണ്ടത്. ശ്രീ അജയ് ജ്വൽ കുര്യാക്കോസ്, ഇത് തൊട്ടടുത്ത ദിവസം പറഞ്ഞത് മുഖ്യമന്ത്രിയാണ്, ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ്. ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇത് പറയുന്ന സമയത്ത്, പിണറായി വിജയൻ ഈ വിശദീകരണം നൽകുന്ന സമയത്ത് നവകേരള യാത്രക്കിടെയാണ്. എല്ലാ മന്ത്രിമാരും പുറകിലുണ്ട്. അപ്പോൾ മന്ത്രിസഭ മുഴുവൻ അംഗീകരിക്കുകയാണ് ഈ വാചകത്തെ. പിന്നെ ആ സമയത്ത് ആ സർക്കാരിൽ നിന്ന്, ആ പോലീസിൽ നിന്ന് നീതി നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ? നിയമവ്യവസ്ഥയിൽ അന്ന് മുതൽക്കേ ഞങ്ങൾക്ക് വിശ്വാസമുണ്ടായിരുന്നത് കൊണ്ട് തന്നെയാണ് ഓരോ അവസരത്തിലും ഈ കേസെടുക്കാൻ പോലീസ് തയ്യാറാവാണ്ടിരുന്നപ്പോഴും SP തയ്യാറാവാണ്ടിരുന്നപ്പോഴും കോടതിയെ ബന്ധപ്പെട്ട് കോടതി മുഖാന്തരം കേസ് രജിസ്റ്റർ ചെയ്തത്. ആയതിനുശേഷം പിന്നീടുണ്ടായ സംഭവവികാസങ്ങളെല്ലാം നമുക്കെല്ലാവർക്കും അറിയാം. റഫർ ചാർജ് കൊടുത്തപ്പോൾ ഞങ്ങൾ ഒബ്ജക്ഷൻ ഫയൽ ചെയ്തുകൊണ്ട് തെളിവുകൾ ഹാജരാക്കി. കോടതിയോട് തുടരന്വേഷണം, തെളിവുകൾ നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ തുടരന്വേഷണം നൽകണമെന്ന് ആവശ്യപ്പെട്ടു. ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ അതേ വാചകം തന്നെയാണ് ഈ 2-ാം തീയതി ബാക്കി 3 പ്രതികൾ, അതായത് 3 മുതൽ 5 വരെയുള്ള പ്രതികൾ 2-ാം തീയതിയിൽ ഒരു ബെയിൽ ആപ്ലിക്കേഷൻ മൂവ് ചെയ്തിട്ടുണ്ട്. ആ ബെയിൽ ആപ്ലിക്കേഷനിൽ കൃത്യമായി വീണ്ടും പറഞ്ഞേക്കുന്ന മുഖ്യമന്ത്രി പറഞ്ഞ അതേ വാചകമാണ്. ദ പ്രൊട്ടസ്റ്റേഴ്സ് റീച്ച് ക്ലോസ് പ്രോക്സിമിറ്റി ബൈ ബ്രേക്കിംഗ് ത്രൂ ആൻഡ് ഇവേഡിംഗ് ദ എക്സ്കോർട്ട് ടീം ഓഫ് ദ ചീഫ് മിനിസ്റ്റർ. അൺഎക്സ്പെക്ടഡ് അറ്റാക്ക് വാസ് ഡയറക്റ്റഡ് എഗൈൻസ്റ്റ് ദ കോൺവേ. ആൻഡ് അതിൻ്റെ പൊക്കത്തൊരു സ്റ്റേറ്റ്മെൻറ്റിലൂടെ പറയുന്നുണ്ട്, ദ പ്രൊട്ടസ്റ്റേഴ്സ് വെർ ഷൗട്ടിംഗ് സ്ലോഗൻ എഗൈൻസ്റ്റ് ദ നവകേരള സദസ് റാലി ആസ് വെൽ ആസ് ഹിറ്റിംഗ് ആൻഡ് പ്ലെഡ്ജിങ് ഒബ്ജക്ട്സ് ടു ദ ബസ്. ഇത് അവരുടെ ബെയിൽ ആപ്ലിക്കേഷൻ പറയുകയാണ്. അടുത്ത ദിവസം വെച്ചിരിക്കുന്ന ബെയിൽ ആപ്ലിക്കേഷനിൽ അവരുടെ പെറ്റീഷനിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഞങ്ങൾ ആ വാഹനത്തിൽ തട്ടിയിട്ടില്ല, ആ വാഹനത്തിൽ തൊട്ടിട്ടില്ല. ഈ പറയുന്ന മുദ്രാവാക്യം വിളിക്കുക മാത്രമാണ് ചെയ്തത്. ഈ പെറ്റീഷനകത്ത് ഒരു കാര്യമാണ് പറയുന്നത്, അറ്റ് ദ ടൈം എ അൺറിയൽ മോബ് പ്രൊട്ടസ്റ്റിംഗ് എഗൈൻസ്റ്റ് നവകേരള ജംപ്ഡ് ടുവേർഡ്സ് ദ വെഹിക്കിൾ ഓഫ് ദ ചീഫ് മിനിസ്റ്റർ. ആ വാഹനത്തിന് മുമ്പോട്ട് ഞങ്ങൾ വന്നിട്ടില്ല. മുഖ്യമന്ത്രി വാഹനം കടന്നു പോകുമ്പോൾ ഞങ്ങൾ ആ വാഹനത്തെ തടഞ്ഞു നിർത്താനോ ആ വാഹനത്തിന് എന്തെങ്കിലും തരത്തിലുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാക്കാനോ ഞങ്ങൾ ശ്രമിച്ചിട്ടില്ല. ആ വാഹനം കടന്നു പോകുമ്പോൾ ഞങ്ങൾ ആ വണ്ടിയുടെ ഓരം ചേർന്ന്, ആ റോഡിൻ്റെ ഓരം ചേർന്നാണ് നിൽക്കുന്നത്. ഇത് വീണ്ടും വീണ്ടും റഫർ ചാർജിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും പറയുകയാണ്. എന്നാൽ അതല്ല സത്യമെന്ന് ആ വിഷ്വൽസ് കാണുന്ന ഓരോ മനുഷ്യർക്കും മനസ്സിലാവും. ആ വാഹനത്തിൽ യാതൊരു തരം, ഞങ്ങൾ അതിനകത്ത് പറഞ്ഞല്ലോ, ഞങ്ങൾ ആ വിഷയത്തിൽ ഞങ്ങളെ മർദ്ദിച്ചത് മാത്രം. സമാധാനപരമായി സമരം ചെയ്യുന്നവരെ ഒരു കാരണവുമില്ലാതെ ആക്രമിക്കുന്ന പോലീസിൻ്റെ സ്വഭാവം, അതിനെതിരെയാണ് ഞങ്ങളുടെ ഈ സമരം. ഒരു നിയമ പോരാട്ടം നടത്തുന്നത് അതിനെതിരെയാണ്. പക്ഷേ എന്നാൽ ഈ വിഷയങ്ങളിലൊക്കെ ഒരു ഇടപെടുന്നു പറയുമ്പോൾ തന്നെ അതിലുണ്ടാവാവുന്ന, ഞാൻ അജയിലേക്ക് തിരിച്ചു വരാം. ശ്രീ ടി കെ രാജ്മോഹൻ, ഈ ദൃശ്യങ്ങൾ, ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ദൃശ്യങ്ങൾ കേരളം മുഴുവൻ കണ്ടതാണ്. കേരളം മുഴുവൻ കണ്ട ദൃശ്യങ്ങളിൽ പോലീസ് ഓരോ ഘട്ടത്തിലും നൽകിയ റിപ്പോർട്ട് പച്ചക്കള്ളമായിരുന്നു. ഇപ്പോൾ ഒരു പുതിയ സർക്കാർ വരുമ്പോൾ, പുതിയ SIT, പുതിയ അന്വേഷണ സംഘം വരുമ്പോൾ അന്വേഷണം മാറുന്നു, മൊഴികൾ മാറുന്നു. ADGP തലത്തിൽ ഗൂഢാലോചന നടന്നു, കേസ് ഡയറി വിളിച്ചു വരുത്തി തിരുത്തൽ ഉണ്ടായി എന്ന മൊഴികൾ, പോലീസ് ഉദ്യോഗസ്ഥരുടെ മൊഴികൾ വരികയാണ്. അപ്പോൾ ഇവരൊക്കെ സസ്പെൻഡ് ചെയ്തോ? ശരി, സർവീസിലിരിക്കാൻ യോഗ്യരാണോ ഈ പറയുന്ന ഗൺമാനും കൂട്ടരും? അല്ല, ഈ പോലീസ് സംവിധാനം ഇങ്ങനെ ആകരുത്. കാരണം എല്ലാ നാട്ടിലും പോലീസ് സംവിധാനമുണ്ട്. ഒരു നല്ല പോലീസ് സംവിധാനം എന്ന് പറയുന്നത് നിയമം അനുസരിക്കുന്ന ഒരു സംവിധാനമാണ് പോലീസ്. നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യാനുള്ളതല്ല പോലീസ്. പോലീസിനോട് ഒരുപാട് അധികാരങ്ങൾ, അവകാശങ്ങളുണ്ട്, നിയമപരമായിട്ട് ഒരുപാട് അവകാശങ്ങളുണ്ട്. പക്ഷെ ആ അവകാശം സാധാരണക്കാരൻ്റെ മുകളിൽ കുതിര കയറാനോ അല്ലെങ്കിൽ നിയമനിഷേധമായ, നിയമവിരുദ്ധമായ കാര്യങ്ങളോ ചെയ്യാനോ അല്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള തൽക്കാലം ചിലപ്പോൾ രക്ഷപ്പെടുമായിരിക്കും. പിന്നെ അവസാനം, അതായത് നമ്മൾ വിതച്ചത് കൊയ്യെന്ന് പറയില്ല, സ്വാഭാവികമായിട്ട് അങ്ങനെയാണ്. അത് അവസാനം നമുക്ക് തിരിച്ചടി ഉണ്ടാവും. അത് പോലീസിൽ കണ്ടുവരുന്നതാണ്. സ്ഥിരമായിട്ട് കുറേ കാലങ്ങളായിട്ട് ഞങ്ങളൊക്കെ പല കേസിലും പല കാര്യങ്ങളിലും കണ്ടുവരുന്നതാണ്. നിയമം പ്രകാരം മാത്രമേ ഒരു ഉദ്യോഗസ്ഥന് പ്രവർത്തിക്കാൻ പറ്റൂ. ഇവിടെയാണെങ്കിൽ സെക്യൂരിറ്റി, അതായത് ഈ Z+ സെക്യൂരിറ്റിയിലെ VVIPയുടെ PSO ആണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി മറ്റൊരു കാറിൽ സഞ്ചരിക്കുകയല്ല. അദ്ദേഹം നിയമപരമായി ചെയ്യേണ്ടത് ഈ VVIPൻ്റെ ക്ലോസ് പ്രോക്സിമിറ്റിയിൽ നിൽക്കണം. അതായത് അദ്ദേഹം ബസ്സിലാണ് യാത്ര ചെയ്യുമെങ്കിൽ ബസ്സിൽ അദ്ദേഹത്തിൻ്റെ ഒന്ന് റീച്ചബിളായ സ്ഥലത്ത് കാണണം.
അല്ലാതെ ആ ബസ്സിൽ പോകാതെ അദ്ദേഹം വേറൊരു കാറിൽ പോയി എന്ന് പറയുന്നത് തന്നെ ദാറ്റ് ഈസ് അത് നിയമവിരുദ്ധമാണ്. അയാളുടെ പ്രോട്ടോക്കോൾ തെറ്റാണത്. അപ്പോൾ അതിനെതിരായിട്ട് ഇപ്പോൾ പരാതി വന്നപ്പോഴാണ് പറയുന്നത് ഈ പ്രോക്സിമിറ്റിയിൽ വന്നു, ഈ അറ്റാക്ക് ഉണ്ടായി, മോബ് വയലൻ്റായി ചാടി എന്ന് പറയുന്നത് അങ്ങനെ കള്ളത്തരം പറയാണ്. അപ്പോൾ കളവായുള്ള കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ് ആൾക്കാർ വീഴ്ച പറ്റിയപ്പോൾ. നമ്മൾ മനസ്സിലാക്കേണ്ടത് നിയമപ്രകാരം മാത്രമേ സെക്യൂരിറ്റി ഡ്യൂട്ടി ചെയ്യാൻ പറ്റുള്ളൂ. അതായത് അദ്ദേഹത്തിൻ്റെ ആ ടാർഗറ്റ് ആരെയാണോ സംരക്ഷിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ക്ലോസ് പ്രോക്സിമിറ്റിയിലാണ് അദ്ദേഹത്തിൻ്റെ ഈ അത്ഭുതമുണ്ടായ ഒരു വിഷയമുണ്ട്. സാധാരണ ഒരു പോലീസ് ലാത്തിക്ക് എത്രത്തോളം നീളമുണ്ടാകുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ജീപ്പിൽ ഇതിൽ നിന്ന് എടുത്തു ചാടിയ ഈ ഗൺമാന്റെ കയ്യിലൊക്കെ അതിനേക്കാൾ എത്രയോ നീളമുള്ള ആ വടി, ആ കമ്പെങ്കിലും വന്നു. എവിടെ നിന്ന് വന്നു ഈ ആയുധങ്ങൾ വന്നു? ഇവരുടെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് 2 കരിങ്കൊടിയാണ്. അതിനെ ഈ രീതിയിൽ ആ ലാത്തിയേക്കാൾ വലിയ വടിയൊക്കെ എവിടെ നിന്ന് വന്നു? അതുമായിട്ടാണോ ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർ സഞ്ചരിക്കാറുള്ളത്? അതാണ് പറയുന്നത്, ഭീകരത സൃഷ്ടിച്ചിരിക്കുകയാണ്. കാരണം സുരക്ഷാ ഉദ്യോഗസ്ഥർ സഞ്ചരിക്കേണ്ടത് ഇങ്ങനെ ലത്തിയോ അല്ലെങ്കിൽ വലിയ വടിയായിട്ടൊന്നല്ല. അവർക്ക് QPB, അവർക്ക് വെപ്പൺ ഉണ്ട്. ക്ലോസ് പ്രോക്സിമിറ്റിയിൽ ഉപയോഗിക്കുന്ന വെപ്പൺ ഉപയോഗിച്ചാണ് നിൽക്കേണ്ടത്. അവർ ചെയ്യേണ്ടത് കാര്യങ്ങൾ അവർ സ്വയം സമർപ്പിതമായിട്ടാണ് ജോലി ചെയ്യേണ്ടത്. അല്ലാതെ വടിയെടുത്ത് അടിക്കുകയല്ല അവരെ പണി. ഒരു വടി കൊണ്ട് VVIPയുടെ വെഹിക്കിളൊരു വലിയ വടി എങ്ങനെ ഉണ്ടാകുക? ഇതൊക്കെയാണ് പൊതുജനം ഇതൊക്കെ ചോദിക്കുകയാണ്. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങൾ നിയമവിരുദ്ധമായ കാര്യങ്ങൾ അന്നത്തെ ഭരണത്തിൻ്റെ തണലിൽ അവർ പല സ്ഥലത്തിലും പല കാര്യങ്ങളിലും അത് ഷേപ്പ് ചെയ്തെടുത്തിരിക്കുകയാണ്. ആ ഇൻവെസ്റ്റിഗേഷൻ നടത്തുമ്പോൾ കേസ് എടുക്കില്ല. അവസാനം ഈ പരാതിക്കാരായ കുട്ടികൾ ബഹുമാനപ്പെട്ട കോടതിയിൽ ചെന്നു. കോടതി കേസെടുത്താൻ പറഞ്ഞിട്ട് അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പറഞ്ഞു. ആ ഇൻവെസ്റ്റിഗേഷനായിട്ട് ആണെങ്കിൽ വളരെ ഷാഡി ഇൻവെസ്റ്റിഗേഷൻ, വളരെ എന്താ പറയേണ്ടത്, ഒരു നിയമവിരുദ്ധമായ നിലയിലാണ് ഇൻവെസ്റ്റിഗേഷൻ പോകുന്നത്. ഇൻവെസ്റ്റിഗേഷൻ ബേസിക് റൂൾസൊക്കെ ഉണ്ട്. അപ്പോൾ പരാതിക്കാരൻ പറയുന്ന തെളിവുകൾ അപഗ്രഥിക്കുന്ന ഉത്തരവാദിത്തം ഈ അന്വേഷണ ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ ഇവിടെ വ്യക്തിമായ ഈ പരിക്കേറ്റ കുട്ടികൾ കൊടുത്ത് വീഡിയോ ക്ലിപ്സിങ്സ് നോക്കാൻ തയ്യാറല്ല. അതിനുശേഷം ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയാണ് എനിക്കത് കിട്ടിയില്ല, അല്ലെങ്കിൽ അതിന് വാട്ടർമാർക്കില്ല, പല കാരണങ്ങളും പറഞ്ഞിട്ട് അത് അയാൾ ഡിനൈ ചെയ്യാണ്. അങ്ങനെ ഫൈനൽ റിപ്പോർട്ട് കൊടുത്തതിന് ശേഷം ബഹുമാനപ്പെട്ട കോടതി ഫൈനൽ റിപ്പോർട്ട് പഠിച്ചതിന് ശേഷം ഒബ്ജക്ഷൻ പരിഗണിച്ചതിന് ശേഷം പറയാണ് അത് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്യാൻ പറയാണ്. അങ്ങനെ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്യാൻ പറഞ്ഞ കാര്യം 1.5 വർഷം പൂഴ്ത്തിവെക്കുകയാണ്. നിയമപ്രകാരം ചെയ്യേണ്ട കാര്യങ്ങൾ ഭരണത്തിൻ്റെ ഹുങ്കിൽ അഹങ്കാരമാണത്. ശരിക്കും നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ പറയാം, പാർട്ടി സെക്രട്ടറിയായി പിണറായി വിജയൻ ഉള്ള കാലം മുതൽ അദ്ദേഹത്തിന്റെ ഗൺമാനാണ് ഈ പറയുന്ന അനിൽകുമാർ. അതായത് 10-20 കൊല്ലത്തിലധികമായി നിഴലായി കൂടെ നിൽക്കുന്ന വ്യക്തിയാണ്. ആ നിഴലിനെ, ആ ഗൺമാനെ സംരക്ഷിക്കാനുള്ള രക്ഷാപ്രവർത്തനമാണ് ഇത്രയും കാലം കേരളം കണ്ടത്. അങ്ങനെ വേണമെങ്കിൽ പറയാം, അത്രയേ ഉള്ളൂ. ശരിയാണ്, അത്രേ ഉള്ളൂ. കാരണം ചില ഈ ഭരിക്കുന്ന ആൾക്കാർക്ക് എന്തു ആകാമെന്നും അല്ലെങ്കിൽ ഭരണത്തിൻ്റെ തണലിൽ നിങ്ങൾക്ക് എന്തു ആകാമെന്ന് പറഞ്ഞാൽ അതൊരു ജനാധിപത്യ സംവിധാനത്തിൽ ശരിയല്ല. കാരണം ഇവിടെ എല്ലാവരും അക്കൗണ്ടബിൾ ആണ്. ഇത് റൂൾ ഓഫ് ലോ ഉള്ളതാണ്. റൂൾ ഓഫ് ലോവിൻ്റെ ഏറ്റവും വലിയ ഭംഗി തന്നെ അക്കൗണ്ടബിലിറ്റിയാണ്. എസ്പെഷ്യലി ഉദ്യോഗസ്ഥന്മാർ ആരാലും അത് നടപ്പാക്കുന്ന ആൾക്കാർ അവർ അക്കൗണ്ടബിൾ ആണ് കേട്ടോ. ഈ നിയമത്തിന് അക്കൗണ്ടബിൾ ആണ് നമ്മൾ. അപ്പോൾ അത് നോക്കാതെ ബഹുമാനപ്പെട്ട കോടതിയുടെ ഒരു നിർദ്ദേശം പോലും പൂഴ്ത്തിവെച്ചിരിക്കുകയാണ്. ആ പൂഴ്ത്തിവെച്ച നിർദ്ദേശം പുറത്തു വരാൻ വേണ്ടിയിട്ട് ഒരു ഭരണമാറ്റം വേണ്ടി വന്നു. നോക്കണം, നമ്മുടെ ദയനീയമായ സ്ഥിതിയാണ്. അതാണ് എല്ലാവരും പറയുന്നത്. പല കാലത്തും പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് ഈ ഒരു നല്ല സംവിധാനം അല്ലെങ്കിൽ നല്ല ഭരണ സംവിധാനം ഉണ്ടാകുക എന്ന് പറയുമ്പോൾ അവിടെ ജനങ്ങൾ അവിടുത്തെ പോലീസിനനുസരിക്കണം, പോലീസ് നിയമത്തിനനുസരിക്കണം. എന്നാലേ ഒരു നല്ല റൂളിംഗ് പറയാൻ പറ്റും, നല്ലൊരു ഭരണം എന്ന് പറയാൻ പറ്റുള്ളൂ. ഇവിടെ പോലീസ് നിയമം അനുസരിക്കുന്നില്ല. നിയമവിരുദ്ധമായ കാര്യങ്ങളാണ് ചെയ്യുന്നത്. നിയമത്തിന് വിധേയമാകുന്നേ ഇല്ല പോലീസ്. പല സമയങ്ങളിലും ഇൻവെസ്റ്റിഗേഷൻ ആയാലും ശരി, ലോ ആൻഡ് ഓർഡർ ആയാലും ശരി, അത് നിയമവിരുദ്ധമായി പോവുകയാണ്. ഇതാണ് ഇവിടുത്തെ ചോദ്യം ചെയ്യപ്പെടുന്നത്. അതിൻ്റെ ഒരു ഭരണമാറ്റം വേണ്ടുവെന്ന് നമ്മുടെ നാട്ടിൽ നിന്നുള്ള കാര്യം വളരെ സങ്കടമുള്ള കാര്യമാണ്. ഏതായാലും പുതിയ ഇൻവെസ്റ്റിഗേഷൻ ടീം വന്നിരിക്കുകയാണ്. അവർ ഇൻവെസ്റ്റിഗേഷൻ സിസ്റ്റമാറ്റിക്കായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അവരതിൽ പുതുതായി ആഡ് ചെയ്യേണ്ട, ഇന്നിപ്പം വന്ന വാർത്തകളിൽ നിന്ന് മനസ്സിലാവുന്നത് പുതുതായി ആഡ് ചെയ്യേണ്ട സെക്ഷൻ അവർ ആഡ് ചെയ്തിരിക്കുകയാണ്. അത് ഇപ്പം കുറച്ചും കൂടെ കഠിനമില്ല. അതായത് ബെയിൽ കിട്ടാത്ത നോൺ ബെയിലബിളായ 308 കൂടെ, അതായത് പഴയ 308 IPC ഇപ്പോഴും 110 BNS. അപ്പോൾ അത് ക്ലിയർ ആയിട്ട് പറയുന്നത് ഇറ്റ്സ് നോൺ ബെയിലബിൾ ആണ്. അത് പണിഷ്മെൻറ്റ് 7 ഇയേഴ്സിൻ്റെ പണിഷ്മെൻ്റ് ഉണ്ട്. പിന്നെ കൂടാതെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ കേൾക്കാതെ ജാമ്യം കൊടുക്കാൻ പറ്റില്ല.
പിന്നെ ട്രയൽ നടക്കേണ്ടത് സെഷൻസ് കോർട്ടിലാണ്. അപ്പം ഇങ്ങനെ പല അതിൽ ശരിയായ ഈ കേസിൻ്റെ ശരിയായ ദിശാബോധത്തിലാണ് ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് പോകുന്നത്. ശരി, ഒരു പുതിയ സർക്കാർ വേണ്ടി വന്നു, പുതിയൊരു അന്വേഷണ സംഘം വേണ്ടി വന്നു എന്നുള്ളതാണ്. പുതിയൊരു മുഖ്യമന്ത്രി കേരളത്തിൽ വേണ്ടി വന്നു. ഈ പുതിയ ദിശാബോധം വരാനുള്ളതാണ് ആശ്ചര്യപ്പെടുത്തുന്ന കാര്യം. ഇതിപ്പോ ഒരു തവണയല്ല രക്ഷാപ്രവർത്തനം എന്ന വ്യാഖ്യാനം കേരളം കേട്ടത്. പലതവണ, പല കുറി, പല വേദികളിൽ കേട്ടു, പലരിൽ നിന്ന് കേട്ടു. നമ്മൾ നേരത്തെ കേട്ടത് തൊട്ടടുത്ത ദിവസം, അതായത് 24 മണിക്കൂറിനുള്ളിൽ കേട്ട വിശദീകരണമായിരുന്നു. അത് കഴിഞ്ഞിട്ടും പറഞ്ഞിരുന്നു അന്ന് എന്താണ് നടന്നത്, അതെങ്ങനെയാണ് ജീവൻ രക്ഷാ പ്രവർത്തനമാകുന്നത് എന്ന ക്യാപ്സ്യൂൾ ഒരിക്കൽ കൂടി കേൾക്കാം. എന്താണ് നടക്കുന്നത്? ഒരാൾ ഇതിന്റെ മേലെ ചാടി വരികയാണ്. ഈ ചാടി വരുന്നയാളെ ചില ചെറുപ്പക്കാർ കൂടി അങ്ങോട്ട് പിടിച്ചു മാറ്റുന്നുണ്ട്, അങ്ങോട്ട് തള്ളി മാറ്റുന്നുണ്ട്. അത് രക്ഷിക്കാനല്ലേ, ജീവൻ രക്ഷിക്കാനല്ലേ? ജീവൻ അപകടപ്പെടുത്താനുള്ള തരത്തിൽ ചാടി വരുമ്പോൾ അതിനെ നല്ല ബലം പ്രയോഗിച്ച് തന്നെ അങ്ങോട്ട് മാറ്റണമല്ലോ. ആ മാറ്റലാണ് നടക്കുന്നത്. ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അതൊരു അക്രമമാണ്. അത് ബസ്സിന്റെ മുന്നിലേക്ക് ചാടി അയാൾ അപകടപ്പെടാതിരിക്കാനുള്ള, ജീവൻ രക്ഷിക്കാനുള്ള മാർഗമാണ്. അവിടെ നിങ്ങൾക്ക് വേദന പറ്റുമോ നോക്കിയിട്ട് കാര്യമില്ല, അയാളെ പെട്ടെന്ന് തള്ളി മാറ്റലാണ് പ്രധാനം. ആ ജീവൻ രക്ഷാ രീതിയാണ് ഡിവൈഎഫ്ഐക്കാർ സ്വീകരിച്ചത്. അത് മാതൃകാപരമായിരുന്നു. ആ രീതികൾ തുറന്നു പോകണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അഡ്വക്കേറ്റ് എം ആർ അഭിലാഷ്, നമ്മൾ ഈ കേട്ടത് നമ്മുടെ പഴയ മുഖ്യമന്ത്രിയുടെ വ്യാഖ്യാനമാണ്. ജീവൻ രക്ഷാ പ്രവർത്തനത്തിന്റെ വ്യാഖ്യാനവും ന്യായീകരണവുമാണ് ആ കേട്ടത്. ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. കേരളം മുഴുവൻ കണ്ടതാണ് ആ ദൃശ്യങ്ങൾ. പല മാധ്യമങ്ങളിലൂടെ കേരളം മുഴുവൻ കണ്ട ദൃശ്യങ്ങളെയാണ് ഈ രീതിയിൽ വ്യാഖ്യാനിച്ചത്. ചോദ്യം ചെയ്യപ്പെടില്ല എന്നുള്ളൊരു ധൈര്യമായിരുന്നു എന്ന് തോന്നുന്നു, ധാർഷ്ട്യമായിരുന്നു എന്ന് തോന്നുന്നു. ഇന്നിപ്പോൾ കീഴടങ്ങിയേക്കും ഒരുപക്ഷെ കോടതിയിൽ ആ പ്രതികൾ എന്ന് സംശയമുണ്ടായിരുന്നു. പുതിയതിൽ 108 കൂടി വരികയാണ്. ജീവൻ രക്ഷാ പ്രവർത്തകരുടെ കാര്യത്തിൽ ഒരു പ്രത്യേക കരുതൽ സതീശൻ സർക്കാർ ഉറപ്പാക്കുന്നുണ്ടോ? അവർ ഇനി അഴി എണ്ണുമെന്ന് ഉറപ്പാക്കുന്നുണ്ടോ ഈ 108 കൂടി വരുമ്പോൾ? ക്ഷമിക്കണം, 308 കൂടി വരുമ്പോൾ. ആര്യ, ഒരു സംസ്ഥാനത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ജനാധിപത്യത്തിൻ്റെ മനസാക്ഷി എന്ന് പറയുന്നത് ആ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി ഒരു പാർട്ടിയുടെ മുഖ്യമന്ത്രിയല്ല, തൻ്റെ ചുറ്റും കൂടി നിൽക്കുന്ന തൻ്റെ സംരക്ഷകരുടെ മുഖ്യമന്ത്രിയല്ല, അവിടുത്തെ ജനങ്ങളുടെ മുഖ്യമന്ത്രിയാണ്. എന്നതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് സ്വന്തം അംഗരക്ഷകരിൽ നിന്നും ക്രൂരമായിട്ട് പീഡനമേൽക്കുന്ന ഒരു അവസരത്തിൽ അദ്ദേഹം കാണേണ്ടിയിരുന്നത് ആ വേദനിക്കുന്നവരുടെ മനസ്സായിരുന്നു എന്ന് മാത്രമല്ല, ക്രമാതീതമായിട്ടുള്ള ശക്തി പ്രയോഗിക്കുവാനുള്ള അധികാരം തങ്ങളുടെ കൂടെ നിൽക്കുന്ന അംഗരക്ഷകർക്കുണ്ടോ എന്ന് പരിശോധിക്കുവാനുള്ള ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം, നിയമപരമായിട്ടുള്ള ഉത്തരവാദിത്വം, ഇതൊക്കെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഏകപക്ഷീയമായിട്ട് തൻ്റെ ചുറ്റും കൂടിയിരിക്കുന്ന ഈ ഗുണ്ടാ സംഘത്തിനെ ന്യായീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ വിവാദമായതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ആ തരത്തിൽ തൻ്റെ ഗുണ്ടകളുടെ വാക്കുകൾ മാത്രം കേട്ട് അവർക്ക് വേണ്ടി മാത്രം ചിന്തിച്ച് അവർക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ആളാകരുത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നതുകൊണ്ടാണ് ആ വാക്കുകൾ ഇത്രയധികം വിമർശനം ഏറ്റുവാങ്ങിയത്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിനെ സംരക്ഷിക്കാനാണ് ഇത് ചെയ്തത് എന്ന രീതിയിൽ അദ്ദേഹത്തിന് ബോധ്യപ്പെടുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ വിജയിക്കുകയോ അവർ ചെയ്തു എന്നതുകൊണ്ടായിരിക്കാം അദ്ദേഹം അത്തരത്തിൽ പറയുകയുണ്ടായത്. അതിൻ്റെ ഫലമായിട്ട് ഈ അന്വേഷണം കോടതിയുടെ നിർദ്ദേശാനുസരണം പുനരന്വേഷണം വന്നിട്ട് കൂടി അത് മുൻപോട്ട് കൊണ്ടുപോകുവാനോ ഇഫക്റ്റീവായിട്ട് ഇതുപോലെ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇത്തരത്തിലുള്ള ക്രിമിനലുകളെ ഭയക്കാത്ത ഒരു ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിൽ അത് നടത്തിപ്പിക്കുവാനുള്ള ഉത്തരവാദിത്വം ഒന്നും തന്നെ മുൻകാല സർക്കാർ കാണിച്ചില്ല എന്നത് നമ്മുടെ നിയമവ്യവസ്ഥ എത്രത്തോളം പരിതാപകരമായിരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ നേർത്തെളിവാണ്. ഇപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നരഹത്യാ ശ്രമക്കുറ്റം, സാധാരണ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വധശ്രമമെന്ന് തന്നെ പറയാം. കാരണം ഉച്ചി തീർത്ത് ഒരാളെ അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായ രീതിയിൽ അത് തലയ്ക്കേറ്റ ക്ഷതം മരണത്തിലേക്ക് നയിക്കുമെന്ന് ബോധ്യമുണ്ടായിട്ടും അങ്ങനെ അടിച്ചു കൊല്ലാൻ ശ്രമിക്കുന്നത് വധശ്രമം തന്നെയാണ്. ടെക്നിക്കലി നരഹത്യയും വധവും രണ്ടാണ് നിയമത്തിലെങ്കിലും നമുക്ക് സാധാരണ ഭാഷയിൽ അതിനെ കൊലക്കുറ്റമെന്ന് തന്നെ അല്ലെങ്കിൽ വധശ്രമ കുറ്റമെന്ന് തന്നെ പറയുവാൻ കഴിയും. ഇത് ആരിൽ നിന്നാണ് വരുന്നത്? ഇതിനെക്കുറിച്ചൊക്കെ നിയമപരമായിട്ട് ബോധ്യമുള്ള ചന്തയിൽ കിടന്ന് ഗുസ്തി പിടിക്കുന്ന തെരുവുകുണ്ടകളിൽ നിന്നല്ല വരുന്നത്. കാക്കി അണിഞ്ഞുകൊണ്ട് കാക്കി അണിയാൻ ഉത്തരവാദിത്വമുള്ള വ്യക്തികൾ സിവിൽ ഡ്രസ്സിൽ ഇത്തരത്തിൽ ഒരു വലിയ ഗൂഢാലോചനയുടെ ഭാഗമായി ഇത്ര വലിയ കുറുവടിക്ക് സമാനമായിട്ടുള്ള അതിഭീകരമായിട്ടുള്ള മർദ്ദന ഉപകരണം കൊണ്ടു നടന്ന് ആ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട്
പോലീസ് കൺഫൈൻ ചെയ്തിരിക്കുന്ന വ്യക്തികളുടെ മുൻപിലേക്ക് എല്ലാ വെറുപ്പും വൈരാഗ്യത്തോടും കൂടി നിയമപാലകർ വെറുക്കാൻ പാടില്ല, അവർക്ക് വിരോധം പാടില്ല. കാരണം എന്ന് വെച്ചാൽ ആ വിരോധവും വെറുപ്പും ഇല്ലാതെ നിയമം എൻഫോഴ്സ് ചെയ്യുന്നതിനാണ് അവർക്ക് ആ കാക്കി പോലീസിന്റെ മുമ്പിലേക്ക് നമ്മൾ ഒരു പരാതിയുമായി പോകുമ്പോൾ അല്ലെങ്കിൽ പോലീസിൽ നിന്ന് ജനം പ്രതീക്ഷിക്കുന്നത് നീതിയും ന്യായവുമാണ്. വലിയ അർത്ഥങ്ങളുള്ള രണ്ട് വാക്കുകളാണ് അത്, നീതിയും ന്യായവും. ഇവിടെ നോക്കൂ, ഒരു സർക്കാർ മാറി മറ്റൊരു സർക്കാർ വരുമ്പോൾ താങ്കൾ പറയുന്നതുപോലെ കൊലക്കുറ്റം വധിക്കാനുള്ള ശ്രമം നടത്തിയതിന്റെ വകുപ്പാണ്. അപ്പോൾ ഇത് കാണുന്ന ഈ ദൃശ്യങ്ങൾ കണ്ട സാധാരണക്കാരായ ജനങ്ങളുടെ മനസ്സിൽ ഈ നീതിയും ന്യായവും ഈ പോലീസിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കണോ എന്നൊരു സ്വാഭാവികമായ ഒരു സംശയം തോന്നില്ലേ അവരുടെ മനസ്സിൽ? ആ സംശയം തോന്നിയതിൻ്റെ ഫലമായിട്ടാണല്ലോ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഇത്തരത്തിലൊരു തീരുമാനമെടുത്തതും പുതിയൊരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വരാൻ തക്ക രീതിയിലൊരു ജനവിധി ഉണ്ടായതും. ഈ ജനങ്ങളുടെ ഒരു ജനാധിപത്യത്തിലെ അസംതൃപ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വിച്ചിട്ടാൽ ലൈറ്റ് കത്തുന്ന ത്വരിതമായ തരത്തിലൊരു തീരുമാനമല്ല. ഓവർ എ പീരിയഡ് ഓഫ് ടൈം ഒരു ഭരണ നേതൃത്വം എത്രത്തോളം ജനങ്ങളെ സങ്കടത്തിലാഴ്ത്തുന്നു എന്നതിൻ്റെ നേർത്തെളിവാണ് ഇത്തരത്തിൽ വന്ന ഒരു ഹെവി മാൻഡേറ്റ്. അപ്പോൾ ഫെയർ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് ഭരണഘടനാ ദത്തമായിട്ടുള്ള ഒരു റിക്വയർമെൻ്റാണ്. 21-ാം വകുപ്പിൽ ജീവിക്കുവാനുള്ള അവകാശത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ക്രൈം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ, അതിനൊരു ഇരയുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ക്രൈമിനെ സംബന്ധിച്ച് സ്വതന്ത്രവും നീതിയുക്തവുമായിട്ടുള്ള അന്വേഷണം നടത്തണമെന്നുള്ളത് ഏത് പോലീസ് ഉദ്യോഗസ്ഥനിലാണോ അത് അർപ്പിതമായിരിക്കുന്നത്, ഏത് കാക്കി അണിഞ്ഞ കൊടും ക്രിമിനലാണോ അതിനകത്ത് കുറ്റാരോപിതനായിരിക്കുന്നത്, അയാൾക്കെതിരെ ഒരു ഭീതിയോ സ്വാധീനമോ ഇല്ലാതെ അന്വേഷിക്കുക എന്നുള്ളത് ആർട്ടിക്കിൾ 21-ൻ്റെ ഒരു മാൻഡേറ്റ് ആണെന്നാണ് സുപ്രീം കോടതി പറയുന്നത്. അപ്പോൾ എന്നിട്ട് CMൻ്റെ ഓഫീസിൽ നിന്ന് തന്നെ ഈ അന്വേഷണം അട്ടിമറിക്കപ്പെടുക, കേരളത്തിൻ്റെ ADGP ആ ഉദ്യോഗസ്ഥരെ സമ്മൺ ചെയ്ത് കഴിഞ്ഞിട്ട് കേസ് ഡയറി തിരുത്തിപ്പിക്കുക, നെഗറ്റീവ് ഫൈനൽ റിപ്പോർട്ട് ഫയൽ ചെയ്യിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലധികം നിയമവ്യവസ്ഥയെ അട്ടിമറിച്ചിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമോ? അന്ന് ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ള ADGP ശ്രമിച്ചു. അതിലിപ്പോൾ പോലീസുകാർ തന്നെ മൊഴി നൽകാൻ തയ്യാറാണ്. അപ്പോൾ ഇവിടെ ഈ 5 പേർ മാത്രമാണോ ശരിക്കും കുറ്റക്കാർ? നീതിയെ, ന്യായത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ച ഒരു ADGP ഉണ്ട്, MR അജിത് കുമാർ ഉണ്ട്. പോലീസിന്റെ മൊഴി വരുമ്പോൾ അവിടേക്കും നീതിയുടെ കൈകൾ നീങ്ങേണ്ടതല്ലേ, നടപടി വരേണ്ടതല്ലേ അവിടെയും? അത് വ്യക്തമായിട്ട് വകുപ്പ് തലത്തിൽ അത് അന്വേഷിക്കുകയും അതിനകത്ത് കഴമ്പുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ സമാനമായിട്ട് ഈ പോലീസുകാരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ മൊഴി രേഖപ്പെടുത്തുകയും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പ്രത്യേക FIR രജിസ്റ്റർ ചെയ്ത് ഈ ADGP ഉൾപ്പെടെയുള്ള വ്യക്തികളെ ക്രിമിനൽ നടപടിക്രമം BNSS പ്രകാരം പ്രോസിക്യൂട്ട് ചെയ്യുകയും ചെയ്യുവാനുള്ള നിയമവകുപ്പുകൾ ഇവിടെയുണ്ട്. പക്ഷേ ഇത്തരത്തിൽ ഉള്ള ഒരു അട്ടിമറിക്ക് നേതൃത്വം നൽകിയത് കേരളത്തിൻ്റെ ക്രമസമാധാന നിലയുടെ ഏറ്റവും ഉന്നതമായ ചുമതലകളിരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു ബെനിഫിറ്റ് ഭരണതലത്തിൽ അദ്ദേഹത്തിന് കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. ഭീതിയോ ഒരു തരത്തിലുള്ള സ്വാധീനമോ ഇല്ലാത്ത തരത്തിൽ ഇതിനകത്തൊരു കറക്റ്റീവ് മെഷർ എടുക്കണമെന്ന് സർക്കാരിന് തോന്നിക്കഴിഞ്ഞാൽ എത്ര ഉന്നതനാണെങ്കിലും ഇരിക്കുന്ന കസേരയിൽ നിന്നും വലിച്ചിറക്കിയിട്ട് അന്വേഷണം നടത്തുവാൻ കഴിയും. പക്ഷേ ഇത്തരത്തിലുള്ള ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെയൊക്കെ നടത്തി കഴിഞ്ഞതിന് ശേഷം മാത്രം നടത്തി എന്ന് പറയുന്നതാകും നല്ലത്. കാരണം പലതരത്തിൽ രാഷ്ട്രീയത്തിൻ്റെ ഗ്രീൻ റൂമുകളിലൊക്കെ ഇവരൊക്കെ സ്വാധീനത്തിൻ്റെ മാന്ത്രിക തൊപ്പികൾ വലിച്ചെറിയുവാനുള്ള സാധ്യതയുണ്ട്. എന്ന് മാത്രമല്ല, ഓന്ത് നിറം മാറുന്ന പോലെ ഭരണം മാറി വരുമ്പോൾ യാതൊരു ചളിപ്പുമില്ലാതെ ഇങ്ങനെ മാറി വരുന്ന പൊളിറ്റിക്കൽ മാസ്റ്റേഴ്സിന് അവരുടേതായിട്ടുള്ള കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഓഫറുകൾ നൽകാനും ഈ മാറി മാറി വരുന്ന ജനാധിപത്യ രാജാക്കന്മാരെ സേവിക്കുന്നതിനോടൊപ്പം ആ വോട്ട് കൊടുത്ത് ജയിപ്പിച്ച ജനങ്ങളോട് അതേ അവജ്ഞയോടുകൂടി സർക്കാരുകൾ മാറി വരുമ്പോൾ ഇന്നലെ പ്രതിപക്ഷ നേതാവായ വ്യക്തി ഇന്ന് മുഖ്യമന്ത്രിയായേക്കാം. അപ്പം നേതൃത്വത്തിലിരിക്കുന്നവർ മാറി വരുമ്പോൾ അവരോട് ബഹുമാനം കാണിക്കുവാനും അതിന് വഴിയൊരുക്കിയ സാധാരണ ജനങ്ങളോട് എക്കാലത്തും പുച്ഛത്തോടു കൂടിയും നിഷേധത്തോടു കൂടിയും പെരുമാറാൻ കഴിവുള്ള ഒരു പോലീസ് സേനയിൽ നിരവധി ഉദ്യോഗസ്ഥർ കേരളത്തിലുണ്ട്. വലിയ പ്രതീക്ഷകൾക്കൊന്നും സ്ഥാനമില്ല. നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതായിട്ടുണ്ടാകും. ഇത് പ്രത്യേകിച്ച് ഒരു FIR ഇട്ട് അന്വേഷിക്കത്തക്ക രീതിയിൽ
രീതിയിൽ പ്രബലമായിട്ടുള്ള വളരെ ഹീനമായിട്ടുള്ള ഒരു അട്ടിമറിയാണ് ഇവിടെ അട്ടിമറിയുടെ ശ്രമമാണ് അട്ടിമറിയിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ളത് പോലീസുകാരുടെ മൊഴി വരുമ്പോൾ ഇപ്പോൾ നേരത്തെ MR അഭിലാഷ് പറഞ്ഞതുപോലെ നമുക്ക് പ്രതീക്ഷിക്കാം ഒരു നടപടി ഉണ്ടാകും, ഒരു പ്രത്യേക FIR ഉണ്ടാകും. ഒന്നും മറക്കില്ലല്ലോ, മറക്കാൻ കഴിയില്ലല്ലോ എന്ന് പറഞ്ഞൊരു മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ അധികാരത്തിലിരിക്കുന്നത്. അപ്പോൾ മറക്കുമോ പൊറുക്കുമോ എന്നുള്ളത് നമുക്കറിയാം. ഒരു ചെറിയ ഇടവേള എടുത്ത് അതിഥികളിലേക്ക് വളരെ പെട്ടെന്ന് നമുക്ക് മടങ്ങി വരാം. ശ്രീ അജയ് ജ്വൽ കുര്യാക്കോസ്, അന്ന് ആ ദിവസം നിങ്ങളുടെ കയ്യിൽ 2 കരിങ്കൊടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് മുഖ്യമന്ത്രിയുടെ ജീവൻ അപായപ്പെടുത്താനുള്ള ശ്രമം എന്നാണ് ആ റഫറൽ റിപ്പോർട്ടിൽ അടക്കം പറയുന്നത്. നിങ്ങൾ ബസ്സിന് നേരെ പോയി, ബസ്സിന് തടയാൻ ശ്രമിച്ചു, അങ്ങനെ പല കാര്യങ്ങൾ അതിൽ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്. അവിടെ കുറേ അധികം മനുഷ്യരുണ്ടായിരുന്നു, കുറേ അധികം സ്ത്രീകളുണ്ടായിരുന്നു. അവരടക്കം ഈ കുട്ടികളെ ഇങ്ങനെ തല്ലല്ലേ എന്ന് പറഞ്ഞ് കരയുന്നുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ പകർത്തിയ മാധ്യമ പ്രവർത്തകരുണ്ട്, ജയ്ഹിന്ദിന്റെ ക്യാമറാമാൻ ജോജി മോൻ. അദ്ദേഹം ദൃശ്യങ്ങൾ ഒരു തവണ മാത്രമാണ് ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടത് പോലും കൊടുക്കാൻ തയ്യാറായിരുന്നു, വിശദീകരിക്കാൻ തയ്യാറായിരുന്നു, മൊഴി നൽകാനൊക്കെ ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷേ കോടതിയിലേക്ക് എത്തുമ്പോൾ പോലീസ് അന്വേഷിച്ചപ്പോൾ ഇവരുടെ മൊഴിയും വേണ്ട, സാക്ഷിയും വേണ്ട, ഒന്നും വേണ്ട. ഈ കേസിൽ CMB ഫയൽ ചെയ്താണ് ഈ കേസ് FIR ഇടുന്നത്. ആ സ്റ്റേജിൽ തന്നെ ഈ കേസിലെ 5ാം സാക്ഷി എന്ന് പറയുന്നത് ഈ പറയുന്ന ക്യാമറാമാനാണ്. അന്ന് മുതൽക്കേ തന്നെ ഞങ്ങൾ കോടതിയിൽ, ഓപ്പൺ കോടതിയിൽ ഈ പറയുന്ന സാക്ഷികളടക്കം കൊണ്ടുവന്ന് നിർത്തിയിട്ടായിരുന്നു ഞങ്ങൾ ഈ കേസുമായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഏത് സാഹചര്യത്തിലും ഏത് ആവശ്യത്തിൽ വിളിച്ചാലും സാക്ഷി വരാൻ തയ്യാറാണ് എന്ന് ഏറ്റവും ഇനിഷ്യൽ സ്റ്റേജിലും അതിനുശേഷം ഇവർ റഫർ ചാർജ് ഫയൽ ചെയ്തപ്പോഴും ഞങ്ങൾ ഈ തെളിവുകൾ ഹാജരാക്കി ഇവരെ കോടതിയിൽ ഹാജരാക്കിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ മുമ്പോട്ട് പോയത്. സ്വാഭാവികമായും പോലീസിന് ഇവരെ ഒന്ന് വിളിച്ചാൽ ഇവർ വരും, യാതൊരു വിധത്തിലുള്ള സംശയമില്ല. ഈ ഫോൺ ഹാജരാക്കാൻ പറഞ്ഞുകൊണ്ട് വിളിച്ചത് എന്നാണ്? ഈ കഴിഞ്ഞ ഒരു 6-7 മാസങ്ങൾക്ക് മുമ്പാണ് വിളിച്ചത്. അത് ഈ പറയുന്ന റഫർ ചാർജ് ഫയൽ ചെയ്ത ശേഷം 18 മാസമായി ഏകദേശം. ഇന്നൊക്കെ ഒരു 19 മാസമാവും. 10 മാസം അവർ വിളിച്ചിട്ടില്ല. അതിനുശേഷമുള്ള 8ാമത്തെ മാസം അവർ വിളിച്ചിട്ട് പറയുകയാണെങ്കിൽ ഫോൺ കൊടുത്തു തരണമെന്ന് പറയും. ഫോൺ അന്ന് 1000 ദിവസം പോയി, അതും 1000 ദിവസം പോയി, ഫോൺ മേടിച്ചില്ല. ഇത് റഫർ ചാർജ് ഫയൽ ചെയ്യുന്നതിന് മുമ്പും അങ്ങനെ തന്നെയായിരുന്നു. ഞങ്ങൾ തെളിവുകൾ ഹാജരാക്കാൻ വേണ്ടി ഞാനും തോമസും പലപ്പോഴായി ആ ഓഫീസിൽ കയറി ഇറങ്ങുമ്പോൾ ഇന്ന് സാറില്ല, നാളെ സാറില്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ തിരിച്ചയക്കുകയും അവർ മേടിക്കാൻ കൂട്ടാക്കാണ്ടിരിക്കുകയും ചെയ്തു. എന്നാൽ ഫോൺ ഹാജരാക്കുന്ന അവസ്ഥയിൽ ഞങ്ങൾ 65B സർട്ടിഫിക്കേഷൻ പ്രകാരം ഞങ്ങൾ നിർബന്ധമായും വാങ്ങിയേ പറ്റുള്ളൂ. അതല്ല എങ്കിൽ ഞങ്ങൾക്ക് പരസ്യമായി പറയേണ്ടി വരുമെന്ന് പോലീസുകാരോട് പറയേണ്ടി ഉൾപ്പെടെ ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. പലപ്പോഴും പല ആവശ്യങ്ങൾക്ക് നമ്മൾ ആ പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ നിങ്ങൾ ബുദ്ധിമുട്ട് വിചാരിക്കരുത്, ഞങ്ങൾക്ക് പറയേണ്ടി വരും. നമ്മളിങ്ങനെ ആവശ്യമില്ലാതെ നടത്തിച്ചാൽ നമുക്ക് പറയേണ്ടി വരും പലയിടത്തും. ഞങ്ങൾ അന്വേഷണമായി സഹകരിക്കാൻ തയ്യാറായിട്ടും നിങ്ങൾ വ്യാജമായ അല്ലെങ്കിൽ കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്ന് പറയേണ്ടി വരുന്നു പലപ്പോഴും ഞങ്ങൾക്ക് പറഞ്ഞു. പിന്നെ നേരത്തെ പറഞ്ഞ ഒരു ആരോപണമുണ്ടല്ലോ, ഞങ്ങൾ ആ വാഹനത്തിൽ അടിച്ചു അല്ലെങ്കിൽ വാഹനം തടഞ്ഞു. അജയ്, കേരളത്തിലൊരു മന്ത്രി ഉണ്ടായിരുന്നു പണ്ട്, നമ്മുടെ ഭരണഘടന കുന്തവും കുടച്ചക്രവുമാണെന്ന് വിശദീകരിച്ചൊരു മന്ത്രി ഉണ്ടായിരുന്നു. ആ മന്ത്രി നിങ്ങളെക്കുറിച്ച് പറഞ്ഞത് സമരത്തിനൊക്കെ പോയാൽ 4 തല്ല് കിട്ടും, തല്ല് കിട്ടിയാൽ മാത്രമേ നല്ല രാഷ്ട്രീയ നേതാവാകാൻ പറ്റുകയുള്ളൂ. അപ്പൊ നിങ്ങളെ രാഷ്ട്രീയ നേതാവാക്കാനായിരുന്നു ശ്രമിച്ചത് എന്ന് തോന്നിയില്ലേ? അല്ല, നേരത്തെ പറഞ്ഞ ഒരു മറുപടി കൂടെ പറഞ്ഞോട്ടെ. നേരത്തെ ഈ പറയുന്ന വാഹനം തടഞ്ഞു നിർത്തി എന്നൊക്കെ പറഞ്ഞല്ലോ. അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഒരു മുഖ്യമന്ത്രി Z+ കാറ്റഗറി പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്ന ഒരു മുഖ്യമന്ത്രി വാഹനം ഞങ്ങൾ തടഞ്ഞു നിർത്തിയിരുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു FIR എനിക്കും തോമസിനെതിരെ ഫയൽ ചെയ്യാതിരുന്നത്? അത് ഫയൽ ചെയ്യേണ്ടതല്ലേ? അത് ഫയൽ ചെയ്തിട്ടില്ല. അതിൻ്റെ അർത്ഥം അന്ന് വളരെ കൃത്യമായി അന്നത്തെ ലോക്കൽ പോലീസിനടക്കം അന്നുണ്ടായിരുന്നവർക്ക് കൃത്യമായി അറിയാം, അതിന് ഞങ്ങൾ കുറ്റക്കാരല്ല, ഞങ്ങൾ തടഞ്ഞു നിർത്തിയിട്ടില്ല, ഞങ്ങൾ സമാധാനപരമായി പ്രതിഷേധിക്കുക മാത്രമാണ് ചെയ്യുന്നത് വളരെ കൃത്യമായി അവർക്ക് ബോധ്യമുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത്തെ ഇപ്പം പറഞ്ഞ കാര്യം, യാതൊരു തരത്തിലുമുള്ള ഒരു ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടൊരു ഗവൺമെൻറ് ആയിരുന്നു കഴിഞ്ഞ 10 വർഷക്കാലം ഉണ്ടായിരുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമാണ് ജനം നൽകിയ ഈ പറയുന്ന 102 സീറ്റ്. അതായത് കേരളത്തിൽ വലിയ രക്ഷാപ്രവർത്തനമാണ് ജനം നടത്തിയത്. ഈ ഭരണഘടനയോടുമൊക്കെ ബഹുമാനമുള്ള, അതിനെ വിശ്വസിക്കുന്ന, അതിനനുസരിച്ച് ജീവിക്കുന്ന ഒരു വലിയ സമൂഹം ഈ നാട്ടിലുണ്ട്. ആ സമൂഹത്തിൻ്റെ വലിയ രക്ഷാപ്രവർത്തനമാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണാൻ ഇടയായത്. ശരി, ശ്രീ TK രാജ്മോഹൻ, ഇതുപോലെ കേരള സമൂഹം ഏറെ ചർച്ച ചെയ്ത, കേരള സമൂഹത്തെ ഏറെ വേദനിപ്പിച്ചൊരു വിഷയമാണ് നവീൻ ബാബുവിൻ്റെ ആത്മഹത്യ.
ഇന്നിപ്പോൾ ആ വിഷയത്തിലും തുടർ നടപടികൾ വരികയാണ് നമ്മുടെ മുന്നിലേക്ക്. അതിൽ അന്ന് അന്വേഷിച്ചു, കുറ്റപത്രം സമർപ്പിച്ചു. പക്ഷേ അന്ന് ഭാര്യ കോടതിയിൽ ഒരു ഹർജി നൽകി. ഈ അന്വേഷണ റിപ്പോർട്ടിൽ 13 പിഴവുകളാണ് ഭാര്യ മഞ്ജുഷ അന്ന് കോടതിയിൽ ചൂണ്ടിക്കാണിച്ചത്. ആ 13 പിഴവുകളിൽ ഒരു പുനരന്വേഷണമാകാം എന്ന് കോടതി നിർദ്ദേശിക്കുന്നു. നോക്കൂ എന്തൊക്കെയായിരുന്നു ആ പിഴവുകൾ എന്ന്. അത് കേൾക്കുമ്പോഴാണ് നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ കേരളത്തിൽ നടന്നിരുന്നത് എന്ന് നമുക്ക് സംശയം തോന്നുക. ആ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന TK രത്നകുമാർ, അദ്ദേഹം അന്ന് കണ്ണൂർ ACP ആണ്. അദ്ദേഹം റിട്ടയർ ചെയ്യുന്നു. തൊട്ടടുത്ത് പിന്നെ എന്താണ് അദ്ദേഹം ചെയ്യുന്നത്? ശ്രീകണ്ഠാപുരത്ത് നിന്ന് നഗരസഭയിലേക്ക് മത്സരിക്കുന്നു. CPM ടിക്കറ്റിൽ കൗൺസിലർ ആകുന്നു. അത് കഴിഞ്ഞ് PP ദിവ്യയ്ക്ക് 2 മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു. അതിൽ ഒന്നിന്റെ കോൾ ഡീറ്റെയിൽസ് മാത്രമേ അന്വേഷണ സംഘം ശേഖരിച്ചുള്ളൂ. ഇന്നിപ്പോൾ കോടതി ഇടപെട്ടു. 2, അതായത് PP ദിവ്യ ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ച മൊബൈലിന്റെയും കോൾ ഡീറ്റെയിൽസ് ലഭ്യമാണ്. 2 വർഷത്തത് കിട്ടി. CCTV ദൃശ്യങ്ങൾ, വളരെ കുറച്ച് ദൃശ്യങ്ങൾ മാത്രം. ഇപ്പോൾ പൂർണ്ണമായ എഡിറ്റ് ചെയ്യപ്പെടാത്ത CCTV ദൃശ്യങ്ങൾ ലഭിക്കുകയാണ്. പ്രശാന്തന്റെ മൊഴിയെടുക്കാൻ പോവുകയാണ്. പ്രശാന്തൻ വിജിലൻസിൽ നൽകിയ മൊഴി ശേഖരിക്കാൻ പോവുകയാണ്. വിജിലൻസ് ഉദ്യോഗസ്ഥർ അതിലെന്ത് ചെയ്തു എന്ന് ശേഖരിക്കാൻ പോവുകയാണ്. അപ്പോൾ കോടതി ഇടപെട്ടതിന് ശേഷമാണ് ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. നവീൻ ബാബുവിൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ വളരെ സങ്കടമുള്ള കാര്യമാണ്. ഒരു ജില്ലയിലത്തെ നമ്പർ 2 രണ്ടാമത്തെ ഉദ്യോഗസ്ഥരാണ്, ഏറ്റവും ടോപ്പ് മോസ്റ്റ്. കലക്ടർ കഴിഞ്ഞാൽ ADM ആണ് അവിടുത്തെ നമ്പർ 2 ഓഫീസർ. അപ്പോൾ അങ്ങനെയുള്ളൊരു ഓഫീസർ മരിച്ചിരിക്കുകയാണ്. ആത്മഹത്യയാണെന്ന് പറയുന്നു, സംശയം പറയുന്നു. ആ കേസ് ഡീൽ ചെയ്ത് തന്നെ ആ ജില്ലാ കളക്ടർ മുതൽ അതിൻ്റെ ഭാഗത്തുള്ള നിസ്സംഗത, നമ്മുടെ സിസ്റ്റത്തിലോട് നിസ്സംഗത. ഒരാൾ മരിച്ചു കഴിഞ്ഞിട്ട് അവിടെ ജില്ലാ കളക്ടർ മുതൽ ബാക്കി എല്ലാവരും, പോലീസ് എല്ലാവരും പെരുമാറിയ കാര്യം വളരെ വിചിത്രമാണ്. അങ്ങനെ ആ ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് കൊണ്ടുപോയപ്പം ഈ പരാതിക്കാരി, അത് മരിച്ചാളുടെ വിക്ടിമിൻ്റെ റിലേറ്റീവ്സ് ഒരുപാട് പരാതി പറയാണ്. അത്തരത്തിലുള്ള പരാതികൾ പറയുമ്പോൾ അല്ലെങ്കിൽ പല കാര്യങ്ങൾ സംശയങ്ങൾ പറയുമ്പോൾ അതൊക്കെ അഡ്രസ്സിൻ്റെ ഉത്തരവാദിത്തം ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറാണ്. അപ്പോൾ ഈ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറാണെങ്കിൽ അഡ്രസ്സ് ചെയ്യുന്നില്ല, മാത്രമല്ല ആ അന്വേഷണം വഴി വിട്ട് മുന്നോട്ട് പോവുകയാണ്. അതിലത്തെ പല ആൾക്കാരെ ഒഴിവാക്കുകയാണ്. അത് പല സമയത്തും ഈ മരിച്ചാളുടെ റിലേറ്റീവ്സ് പറയാണ്, പല സ്ഥലത്തും ചെന്ന് അവരെ കെഞ്ചുകയാണ്, ഇതാ ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നത്, ആരെങ്കിലും ആരും സഹായിക്കുന്നില്ല. നിസ്സഹായ ഒരു സ്ത്രീ. വളരെ ദയനീയമാണ് ആ കേസിൻ്റെ സ്ഥിതി. ഏതായാലും ഇപ്പോൾ അവസാനം അവരുടെ ഈ മരിച്ചുപോയ ഈ ADMൻ്റെ ഫാമിലി, വൈഫും കുട്ടികളൊക്കെ കൂടി അവർ കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞിട്ടപ്പം അൾട്ടിമേറ്റായിട്ട് ജില്ലാ കോടതി, തലശ്ശേരി ഡിസ്ട്രിക്ട് കോർട്ട് അത് ഒരു ഫർദർ ഇൻവെസ്റ്റിഗേഷൻ, ഒരു 12 പോയിന്റ് 13 പോയിന്റിൽ 4 പോയിന്റ് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ പറഞ്ഞിരിക്കുകയാണ്. അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അതിന് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ആ റിപ്പോർട്ടിൻ്റെ ബലത്തിൽ ഇനിയിപ്പം കേസ് ഇപ്പോൾ അടുത്ത ആഴ്ചയാണ് 2ാം തീയതി വെച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിൽ ഒരു എന്താ ഉണ്ടാകാൻ പോകുന്നത് കോടതി തീരുമാനം വരുന്നതിന് ശേഷം അഭിപ്രായം പറയാൻ പറ്റുള്ളൂ. ഏതായാലും ഈ മരിച്ച ആളുടെ വൈഫും കുട്ടികളൊക്കെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കണ്ടിട്ടുണ്ട്. അവർ CBI ഇൻവെസ്റ്റിഗേഷൻ ആവശ്യപ്പെട്ട് അവർ സുപ്രീം കോടതി വരെ പോയതാണ്. പക്ഷേ ആ സമയത്തൊക്കെ ഈ കോടതിയിൽ ഈ സർക്കാർ, അത് അന്നത്തെ സർക്കാർ, അത് ഏതൊക്കെ തരത്തിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റും അതൊക്കെ തരത്തിൽ അവൾ ചെയ്തിട്ടുണ്ട്. പല ആൾക്കാരെയും പല സമയത്തും പല റിപ്പോർട്ട് കൊടുക്കാതിരിക്കുക, അങ്ങനെ ഹൈക്കോടതിയിൽ പോയി അവിടെ നിന്ന് നിഷേധിച്ചു. സുപ്രീം കോടതി താങ്കൾ പല കേസുകൾ അന്വേഷിച്ച ഒരു ഉദ്യോഗസ്ഥനാണ്. ഇത് ഒരു കൈക്കൂലി ആരോപണം ഉണ്ടായിരുന്നു നവീൻ ബാബുവിനെതിരെ. 1 ലക്ഷം രൂപ കൈക്കൂലി നൽകിയെന്ന് പറയുന്നു. ആ കൈക്കൂലി കൊടുത്ത 1 ലക്ഷം രൂപ ഒരു ബാങ്കിൽ സ്വർണം പണയം വെച്ചിട്ടാണ് എടുത്തതെന്ന് ഈ പറയുന്ന പ്രശാന്തൻ പറയുന്നു. അങ്ങനെയാണെങ്കിൽ ആ ബാങ്കിൽ പോയി അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? പ്രശാന്തന് സ്വർണം വായ്പ വെച്ചിട്ടുണ്ടോ? അവിടെയുള്ള മാനേജറുടെ, അവിടെയുള്ള ഉദ്യോഗസ്ഥരുടെ മൊഴി ശേഖരിക്കേണ്ടത് ഏറ്റവും ബേസിക് ആയ കാര്യമല്ലേ ശ്രീ TK രാജ്മോഹൻ? തീർച്ചയായിട്ടും അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഈ മരിച്ച ആളുടെ ഇൻക്വസ്റ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ അവിടെ പറയുന്നുണ്ട് ബന്ധക്കാർ വന്നോട്ടെ, അതായത് ഈ മരിച്ച ആളുടെ ബ്രദർ വന്നോട്ടെ എന്ന് പറയുമ്പോൾ ഇൻക്വസ്റ്റ് അതിനെ മറികടന്നാണ് ഇൻക്വസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. അവിടുന്ന് മുതൽ ആ കേസിൻ്റെ ഒരു സബോട്ടേജ്, ആ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്ന കാര്യങ്ങൾ, നിയമവിരുദ്ധമായ കാര്യങ്ങൾ അവിടുന്ന് തുടങ്ങുകയാണ്. ഒരു സീരീസ് ഓഫ് കംപ്ലൈൻറ്റ് ഉണ്ട്. എന്തായാലും ആ കേസ് ഒരു പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ അത്യാവശ്യമാണ്. അതിന് ഇപ്പോൾ ഏതായാലും ഈ പല കോടതിയുടെ മുമ്പിൽ പല കാര്യങ്ങളും പല അഭിപ്രായങ്ങളും വന്നിട്ടുണ്ടെങ്കിലും അവർ അൾട്ടിമേറ്റായിട്ട് ഈ വിക്ടിമിൻ്റെ ബന്ധക്കാർ, വിക്ടിമിൻ്റെ വൈഫും ഫാമിലിയൊക്കെ ആഗ്രഹിക്കുന്നത് ഒരു CBI ഇൻവെസ്റ്റിഗേഷൻ തന്നെയാണ്. കാരണം ഈ സംസ്ഥാനത്തെ പോലീസ് അത്തരത്തിൽ കേസ് പല സ്ഥലത്തും ഡൈവേർഷൻ കൊടുത്തു, പല സ്ഥലത്തും ഈ പൈസ കൊടുത്തു എന്ന് പറയുന്ന ഈ പെട്രോൾ ബങ്ക് ആവശ്യപ്പെട്ട പ്രകാശ് ബാബുവിനെ കുറിച്ച് അന്വേഷിക്കുന്നേ ഇല്ല. അയാളെ ചോദ്യം ചെയ്യാൻ വിളിച്ച് അയാൾ TV കാണും ബോഡി പോവാണ്.
അതിനുശേഷം അയാളുടെ കപ്പാസിറ്റി എന്താണ്, ഒരു പെട്രോൾ ബങ്കിന് അയാൾക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ അപ്ലിക്കേഷൻ കൊടുക്കാനുള്ള ഒരു ഫൈനാൻഷ്യൽ ബാക്കപ്പ് ഉണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ അവസാനം അന്വേഷണ ഉദ്യോഗസ്ഥൻ റിട്ടയർ ആയി കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്ത ദിവസം തന്നെ അയാൾ അവിടുത്തെ ഒരു മുനിസിപ്പൽ കൗൺസിലറായി മാറിയിരിക്കുകയാണ് അന്നത്തെ മാർക്സ് പാർട്ടിയുടെ. അപ്പം ഇതൊക്കെയാണ്. അപ്പം ഇൻവെസ്റ്റിഗേഷൻ ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെടുകയാണ്. അഡ്വക്കേറ്റ് എം ആർ അഭിലാഷ്, ഇപ്പം നമ്മൾ രണ്ട് വിഷയങ്ങൾ, ഒന്ന് ഈ ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തനം, മറ്റൊന്ന് നവീൻ ബാബു. ഈ രണ്ടിടത്തും ഈ അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥർ രാഷ്ട്രീയക്കാരുടെ ചട്ടുകങ്ങളായി പെരുമാറുന്ന കാഴ്ചയാണ് കാണുന്നത്. അതിനൊരു അറുതിക്ക്, ഇതിപ്പം നിയമവ്യവസ്ഥയുള്ള ഒരു നാടാണ്, കോടതികളുള്ള നാടാണ്, ജനാധിപത്യമാണ് നമ്മുടെ നാട്. അവിടെയാണ് ഈ രാഷ്ട്രീയക്കാർ മാറി മാറി വരുന്നതിനനുസരിച്ച്, ഇപ്പം ഞാൻ ഒരാളെ പറയുകയല്ല, ഭരണസിരാ കേന്ദ്രം ആർക്കൊപ്പമാണ്, അധികാരം എവിടെയാണോ അവിടെ നമ്മുടെ ഉദ്യോഗസ്ഥർ തൂങ്ങി നിൽക്കുകയാണ്. ആര്യ, പട്ടാളത്തിലാണെങ്കിലും പോലീസിലാണെങ്കിലും രാഷ്ട്രീയത്തിനനുസരിച്ചുള്ള അസോസിയേഷൻസ്, പൊളിറ്റിക്കൽ പാർട്ടികളുടെ ചട്ടുകങ്ങളായിട്ട് നിൽക്കുന്ന അസോസിയേഷൻസ് അനുവദിക്കരുതാത്തതാണ്. ഇന്ത്യൻ ആർമിയിലോ ഇതുപോലെയുള്ള സെൻട്രൽ ഫോഴ്സസിലോ ഒന്നും തന്നെ ഇത്തരത്തിലുള്ള രാഷ്ട്രീയം അനുവദിച്ചിട്ടുള്ളതല്ല. എന്നാൽ കേരളത്തിലെ പോലീസ് സേനയിൽ വ്യാപകമായിട്ടുള്ള യൂണിയനൈസേഷനുണ്ട്. വളരെയധികം ഇടതുപക്ഷ സ്വാധീനമുള്ള നിർണായകമായിട്ടുള്ള സംഘടന നിലവിലുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള രാഷ്ട്രീയക്കാരുടെ ഇച്ഛാശക്തിക്കനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് തുള്ളാൻ നിൽക്കുന്ന ഉദ്യോഗസ്ഥർ അവർ പൊളിറ്റിക്കലി ബൗണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിയുടെ ഏറ്റവും വലിയൊരു ടാസ്ക് എന്ന് പറയുന്നത് ഇത്തരത്തിൽ പോലീസ് സേനയെ അരാഷ്ട്രീയവൽക്കരിക്കുകയാണ്. പോലീസ് സേനയ്ക്ക് സേനയുടേതായ കേരള പോലീസ് ആക്ടിൻ്റെ നന്മയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു രാഷ്ട്രീയം മാത്രമാണ്, ഒരു ഭരണഘടനാ രാഷ്ട്രീയം മാത്രമാണ് അനുവദനീയമായിട്ടുള്ളത്. സർവീസ് ഓർഗനൈസേഷൻസിൻ്റെ ഉദ്ദേശം ഇതുപോലെ രാഷ്ട്രീയ പാർട്ടികളുടെ ഇച്ഛയ്ക്കനുസരിച്ച് തുള്ളുക എന്നുള്ളതല്ല. അപ്പോൾ ഈ പോലീസ് സംവിധാനത്തിനെ ഇതുപോലെയുള്ള സംഘടനാ താല്പര്യങ്ങളിൽ നിന്നും മോചിതമാക്കുക എന്ന് പറയുന്ന ഒരു വലിയ ടാസ്ക്, അത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് നാളെ പൊളിറ്റിക്കൽ മാസ്റ്റേഴ്സ് ഒന്നും തന്നെ ഇവരെ ഏറ്റുപിടിക്കാനുണ്ടാവില്ല എന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള പ്രവണതകൾ കാലക്രമേണ ഇല്ലാതായി വരും. അതൊരു മാതൃകാപരമായിട്ടുള്ള നടപടിയെടുക്കാൻ സമയമായി. നേരത്തെ ശ്രീ രാജ്മോഹൻ ചൂണ്ടിക്കാട്ടിയത് എത്ര സർപ്രൈസിംഗ് ആണ്. അന്വേഷണ ഉദ്യോഗസ്ഥൻ പിന്നെ ഭരിക്കുന്ന പാർട്ടിയുടെ കൗൺസിലറായിട്ട് മാറുകയാണ് റിട്ടയർമെൻറ്റിന് ശേഷം. സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് രാജ്യസഭാ അംഗമായി മാറിയപ്പോൾ വ്യാപകമായിട്ട് രാജ്യമെമ്പാടും പ്രതിഷേധം ഉയർന്നു. അപ്പോൾ അക്കൂട്ടത്തിൽ ഏറ്റവും അധികം പ്രതിഷേധിച്ചത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയാണ്. ആ പ്രതിഷേധത്തിന് യുക്തിയുണ്ട് താനും. കാരണം ഉന്നത ഭരണഘടനാ പദവിയിലിരിക്കുന്നവർ വിരമിച്ച ശേഷം ഭരിക്കുന്ന പാർട്ടിയുടെ നാണയത്തുട്ടുകൾക്ക് വേണ്ടി കൈനീട്ടി നിൽക്കുന്ന ഒരവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെയധികം അപലപനീയമാണ്, അത് നീതിക്ക് നിരക്കാത്തതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഉദാഹരണമാണ് കേരളത്തിൽ. ഇപ്പം നവീൻ ബാബു കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൗൺസിലറായിട്ട് മത്സരിക്കുക എന്ന് പറയുന്നതിലധികം ഈ പറയുന്ന കൊടുക്കൽ വാങ്ങലുകളുടെ ഏറ്റവും പ്രകടമായിട്ടുള്ള രാഷ്ട്രീയം നമുക്ക് മറ്റെവിടെയെങ്കിലും കാണാൻ കഴിയുമോ? അപ്പോൾ കേന്ദ്രത്തിലാണെങ്കിൽ നമുക്കതിനെ അപലപിക്കാം, എന്നാൽ കേരളത്തിലാകുമ്പോൾ അതിലേക്ക് നോക്കാൻ പാടില്ല എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു ഡബിൾ സ്റ്റാൻഡേർഡാണ് ഇവിടെ പ്രകടമായത്. അങ്ങനെ മത്സരിക്കുന്നതിനകത്ത് കുഴപ്പമില്ല. പക്ഷേ ഇതുപോലെ ഒരു ഉദ്യോഗസ്ഥൻ ആത്മഹത്യാ പ്രേരണയാൽ മറ്റൊരു മാർഗവുമില്ലാതെ ജീവൻ ത്യജിക്കേണ്ടി വന്ന ഒരു കുടുംബം മുഴുവൻ ഇരയായിട്ട് മാറിയിട്ടുള്ള ഒരു സംഭവത്തിൽ അന്വേഷണം വഴിതിരിച്ചു വിടാൻ ഇപ്പോഴാണെങ്കിലും അന്വേഷണം നീതിയുക്തമായിട്ടൊരു പുനരന്വേഷണം നടക്കുകയാണെങ്കിൽ ഇവരെയൊക്കെ പിടിക്കാൻ കഴിയും. കാരണം ഈ റെക്കോർഡ് ചെയ്ത് ഇലക്ട്രോണിക്കലിയാണ് ഇതൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെട്ടു പോയത്. സ്വന്തം സ്ഥലമായ നേറ്റീവ് പ്ലേസ് ആയിട്ടുള്ള പത്തനംതിട്ടയിൽ പോലും അദ്ദേഹം ചെല്ലുന്നതിന് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള ഒരു അഴിമതിക്കാരനായ ഒരു വ്യക്തിയാണ് എന്നുള്ള നിലയിൽ സത്തേരിനുടമയായ അദ്ദേഹത്തിനെ വ്യാപകമായിട്ട് അപകീർത്തിപ്പെടുത്തുവാൻ മൊബൈൽ സംവിധാനങ്ങളിലൂടെയും വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡിജിറ്റൽ ട്രെയിൽസ് അത് അവൈലബിൾ ആണ്. അന്വേഷണം നടത്തിക്കഴിഞ്ഞാൽ മുൻകാല അന്വേഷണ ഉദ്യോഗസ്ഥൻ കാണാത്ത കാര്യങ്ങൾ കാണുവാനും യുക്തിസഹമായിട്ട് അന്വേഷിക്കുവാനും ഇപ്പോഴും, ഇനി വൈകാതിരുന്നാൽ മതി, ഇപ്പോഴും അത് കഴിയും. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ഇവിടെ നമ്മുടെ കേരള പോലീസിലൊരു കറക്ഷൻ വേണ്ടുന്നത് എന്നുള്ളതിനുള്ള ദിശാസൂചിയാണ്.
ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള ശക്തമായിട്ടുള്ള നടപടി എടുത്തിട്ട് അവിടെയാണ് നമുക്കൊരു സംശയം. ഇപ്പൊ നോക്കൂ, പുതിയൊരു സർക്കാർ വന്നു, പുതിയൊരു മുഖ്യമന്ത്രി വന്നു, പുതിയൊരു ആഭ്യന്തര മന്ത്രി വന്നു. ഇപ്പോൾ ആ ആഭ്യന്തര വകുപ്പിന് മുന്നിൽ ഈ വന്നതിന് ശേഷം, അധികാരമേറ്റതിനു ശേഷം വന്ന വലിയൊരു ടാസ്ക് ആയിരുന്നു ഈ ഇ ഡി ഓഫീസർമാരുടെ ചോദ്യം ചെയ്യലുണ്ടാകുന്നു. വീണ ടിയെ ചോദ്യം ചെയ്യുന്നു, അവിടേക്ക് പ്രതിഷേധക്കാർ വരുന്നു, പഴയ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യാനാണെന്നൊരു തരത്തിൽ പാർട്ടിക്കാർ അവിടെ തടിച്ചുകൂടുന്നു. അപ്പോൾ അവിടെ ഒരു ക്രമസമാധാന പ്രശ്നമുണ്ടാകും. അതായിരുന്നു ഒരു ഫസ്റ്റ് ടാസ്ക് പോലീസിന് വന്ന, അല്ലെങ്കിൽ പുതിയ ആഭ്യന്തര വകുപ്പിന് വന്ന. അവിടെ നോക്കൂ, തിരുവനന്തപുരത്ത് എന്താണ് ഉണ്ടായത്? എന്താണ് ഇപ്പൊ പ്രതികൾ ആ പാർട്ടി ഏരിയ ഓഫീസിന്, കമ്മിറ്റി ഓഫീസിന് മുന്നിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. പക്ഷെ തമ്പാനൂരിലെ ലോഡ്ജിൽ ഒളിച്ചു നിൽക്കുന്നു. പക്ഷെ പോലീസിന് പിടികൂടാൻ കഴിയുന്നില്ല. പാർട്ടി പറയുന്ന പ്രതികൾ, പാർട്ടി പറയുകയാണ് നിങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് പൊക്കോളൂ, ഞങ്ങൾ പ്രതികളെ അങ്ങോട്ടേക്ക് എത്തിച്ചേക്കാമെന്ന്. പാർട്ടിയാണോ തീരുമാനിക്കുന്നത് പ്രതികളെ എവിടെ നിന്ന് എപ്പോൾ പിടിക്കണമെന്ന്? അപ്പോൾ എന്ത് മാറ്റം? അല്ല ആര്യ, ഈ പെട്ടെന്നാണല്ലോ ഭരണം മാറിയത്. അപ്പൊ കഴിഞ്ഞ ദിവസം വരെ ഒരുപക്ഷെ പ്രകടമാക്കിക്കൊണ്ടിരുന്ന നിയമപരമായിട്ടുള്ളതും അതിലുപരി രാഷ്ട്രീയപരമായിട്ടുള്ള ആ ഒരു വിധേയത്വം പെട്ടെന്ന് മാറിക്കിട്ടില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ആഭ്യന്തരമന്ത്രി ആരാണ് എന്ന് സ്വാഭാവികമായിട്ടൊരു സംശയം ഈ ഉദ്യോഗസ്ഥർക്ക് തോന്നിക്കാണും. കാരണം കഴിഞ്ഞ ദിവസം വരെ ഔപചാരികമായിട്ട് നിയമപ്രകാരമുള്ള സല്യൂട്ടിൽ മാത്രമായിരിക്കില്ല ഇവരുടെ സർവീസ് ഒതുക്കപ്പെട്ടിരുന്നത്. അപ്പോൾ എല്ലാ തരത്തിലും ബഹുമാനിച്ചുകൊണ്ടിരുന്ന വ്യക്തികൾ ഐഡിയോളജിക്കലി വളരെ സബ്സർവിയൻ്റായിട്ട് നിന്നുകൊണ്ടിരുന്ന നേതാക്കന്മാർ, അല്ലെങ്കിൽ ഇവർ നിന്നുകൊണ്ടിരുന്ന നേതാക്കന്മാരാണ് മുമ്പിൽ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്ന ഒരു പതർച്ചയാണ്. പക്ഷേ ഈ 300 മുതൽ 500 വരെയുള്ള ക്രൗഡിനെ മാനേജ് ചെയ്യുവാൻ അവർക്ക് കഴിയുമായിരുന്നു. ഞാൻ ആദ്യം ഓർത്ത് 10,000-3000 പേരുണ്ടെന്നുള്ളത്. പക്ഷേ ഒബ്ജക്റ്റീവായിട്ടുള്ള അസസ്മെൻറ്റ് പിന്നീട് കേട്ടപ്പോൾ മനസ്സിലായത്, പറഞ്ഞു കേട്ടതിൽ നിന്നും മനസ്സിലായത് 300 മുതൽ 500 വരെയുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഈ 5-6 മണിക്കൂർ നീണ്ട പ്രക്രിയയിൽ സ്വാഭാവികമായിട്ടും ജീപ്പിൽ ഏറ്റവും പുറകിൽ നിന്ന് ഒരു 4-5 പേരെ വെച്ച് കയറ്റിക്കൊണ്ട് പോവുകയായിരുന്നെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ ആൾക്കൂട്ടത്തിൻ്റെ പുറകിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ക്രമാതീതമായിട്ട് പ്രതികരിക്കാൻ കഴിയുക? അവരെ ഈസിയായിട്ട് അവരെ ഇവിടുന്ന് സ്പോട്ടിൽ നിന്നും റിമൂവ് ചെയ്യുവാൻ പോലീസ് എനിക്ക് കഴിയുമായിരുന്നു. അവിടെ പരാജയപ്പെട്ടു എന്നുള്ളതൊരു സത്യമാണ്. അതെനിക്ക് തോന്നുന്നു ഇങ്ങനൊരു കൺഫ്യൂഷനാണ്. പഴയ മന്ത്രിമാർ മാറിയതൊരു പക്ഷേ അറിഞ്ഞിട്ടുണ്ടാവത്തില്ല. ആ വിധേയത്വം തുടർന്നും പ്രകടിപ്പിക്കാനുണ്ടായ ഒരു സാഹചര്യമാണ് ഇവിടെ പരിശോധിക്കപ്പെടേണ്ടത്. അപ്പോൾ ആ ഒരു ഫസ്റ്റ് ടാസ്കിൽ പരാജയപ്പെട്ടു. അത് ആ രാഷ്ട്രീയ നേതൃത്വത്തോട്, പൊളിറ്റിക്കൽ പാർട്ടിയോട് കാണിച്ച ഒരു അതിവിനയവും വിധേയത്വവുമായിരുന്നു. അത് നിയമപ്രകാരം ഈ കാക്കി അണിഞ്ഞുകൊണ്ട് ഉദ്യോഗസ്ഥർ കാണിക്കേണ്ടതായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരു കോൺഫ്ലിക്റ്റ് ഡിഫ്യൂസ് ചെയ്യുവാൻ സതുദ്ദേശത്തോടു കൂടി നടത്തിയ ഒരു ശ്രമം മാത്രമായിരുന്നില്ല അത് എന്നുള്ളത്. ഈ 5-8 മണിക്കൂർ ഈ കോൺഫ്ലിക്റ്റ് നിലനിന്നിരുന്നു. ഈ 100-300 ആൾക്കാരുടെ ഒരു മോബിന് കേരള പോലീസിനെ കൂച്ചുവിലങ്ങിടാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മോബിൻ്റെ ശക്തിയല്ല, അത് കേരള പോലീസിൻ്റെ പരാജയമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്തിടത്താണ് ഈ കേരളത്തിലെ പോലീസിൻ്റെ നേതൃത്വം വീണ്ടും എന്തുകൊണ്ടൊന്ന് ആത്മവിചിന്തനം നടത്തണമെന്ന് നാം പറയാൻ നിർബന്ധിതരാകുന്നത്. ശരി, നമുക്ക് ചർച്ചയിലേക്ക് വളരെ പെട്ടെന്ന് മടങ്ങി വരാം. ഒരു ചെറിയ ഇടവേളയെടുത്ത്. ശ്രീ അജയ് ജ്വൽ കുര്യാക്കോസ്, പലതവണ പോലീസിന്റെ ക്രൈംബ്രാഞ്ച് വരെ താങ്കൾ എത്തിയിരുന്നു പരാതിയുമായി, താങ്കളും AD തോമസും. അപ്പോൾ ഓരോ സമയത്തും താങ്കളുടെ കയ്യിൽ ദൃശ്യങ്ങളുണ്ടായിരുന്നു, നിങ്ങൾ രണ്ടുപേരുടെ കയ്യിലും ദൃശ്യങ്ങളുണ്ടായിരുന്നു, സാക്ഷികളുണ്ടായിരുന്നു. അതുമായൊക്കെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ രാജാവിന്റെ കൽപ്പന വന്നു കഴിഞ്ഞതാണല്ലോ രക്ഷാപ്രവർത്തനമാണെന്ന്. അപ്പോൾ ആ രാജാവിന്റെ കൽപ്പനയ്ക്കപ്പുറം എന്തെങ്കിലും ആ പോലീസുകാരിൽ നിന്ന് നിങ്ങൾക്ക് അനുകൂലമായി എന്തെങ്കിലും ഉണ്ടായിരുന്നോ ഏതെങ്കിലും ഘട്ടത്തിൽ? തീർത്തും ഒരു തരത്തിലുമുള്ള ഒരു പരിഗണന കഴിഞ്ഞ 2.5 വർഷക്കാലം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലൂടെ കയറി ഇറങ്ങി നടക്കുമ്പോൾ ഒരു തരത്തിലുള്ള പരിഗണന നമുക്കുണ്ടായിരുന്നില്ല. പരിഗണന എന്ന് പറയുന്ന ഒരു പ്രത്യേക പ്രിവിലേജോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും തരണം എന്നല്ല പറയുന്നത്. പരിഗണന എന്ന് പറയുന്നത് ഒരു വാദി എന്ന രീതിയിൽ ഞങ്ങൾക്ക് കിട്ടേണ്ടതായ ഒരു നീതിയുണ്ട്. അപ്പോൾ ഞങ്ങൾ അതിനുവേണ്ടി നമ്മളൊരു പോരാട്ടം നടത്തുമ്പോൾ, അല്ലെങ്കിൽ ഞങ്ങൾ കോടതി മുഖാന്തരം ഒരു വലിയ പോരാട്ടം നടത്തുമ്പോൾ ആ തെളിവുകൾ ഹാജരാക്കാൻ കോടതി തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതായത് ഞങ്ങൾ സമർപ്പിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തണമെന്നുള്ളതായിരുന്നു, തുടരന്വേഷണം നടത്തണമെന്നുള്ളതായിരുന്നു കോടതി ഉത്തരവ്. ആ അടിസ്ഥാനത്തിൽ തെളിവുകൾ പലപ്പോഴായി വിളിക്കുമ്പോൾ കൊണ്ട് കൊടുക്കുവാനും സംസാരിക്കുവാനും ഒക്കെ ആയിട്ട് അവിടെ വിളിച്ചിട്ടാണ് ചെല്ലുന്നത്. ചെല്ലുമ്പോൾ പലപ്പോഴായി ഉണ്ടാവുന്ന കളിയാക്കലുകൾ, അതായത് നിങ്ങളതൊന്നും നടന്നിട്ട് കാര്യമൊന്നുമില്ല, ഇതൊന്നും നടക്കാൻ പോകണില്ല, എന്തായാലും അടുത്ത 5 വർഷവും ഭരിക്കാൻ പോകുന്നത് CPM തന്നെയാണ്, ഞങ്ങൾക്കറിയാം ഇതെന്താ ചെയ്യേണ്ടതെന്നുള്ള ആറ്റിറ്റ്യൂഡായിരുന്നു അവിടെ ഉണ്ടായിരുന്ന പല ഉദ്യോഗസ്ഥരുടേത്. അതായത് പോലീസ് സേന
തീർത്തും ഭരണപക്ഷ സംഘടനയായി മാറിയ ഒരു അവസ്ഥയിലായിരുന്നു കഴിഞ്ഞ 10 വർഷക്കാലം ഉണ്ടായിരുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പക്ഷേ കുറേയധികം നല്ല ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു, ഇല്ല എന്നല്ല. പക്ഷേ അവരെല്ലാവരുടെയും കൈകൾ കെട്ടിയിട്ടിക്കപ്പെട്ടിരിക്കുകയായിരുന്നു. അവർക്ക് യാതൊരു തരത്തിലും സ്വതന്ത്രമായൊരു തീരുമാനം എടുക്കുവാൻ സാധിക്കുന്നില്ല. ഞാൻ വിശ്വസിക്കുന്നില്ല ഈ കേസിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥരെല്ലാവരും അഴിമതിക്കാരോ അല്ലെങ്കിൽ പ്രോപ്പറായി അന്വേഷിക്കാൻ അറിയാൻ വയ്യാത്തവരോ ആണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ആ അന്വേഷണ ഉദ്യോഗസ്ഥർ തിരുത്താൻ നമ്മൾ അറിയുന്നത് ആ അന്വേഷണ ഉദ്യോഗസ്ഥർ തിരുത്താൻ തയ്യാറല്ലാതിരുന്നിട്ടും 3 ദിവസത്തോളം 4 ദിവസത്തോളം ADGP ഓഫീസിൽ ഈ റഫർ ചാർജ് ഫയൽ ചെയ്യുന്ന തലേദിവസങ്ങൾ വിളിച്ചു വരുത്തുകയാണ്. അല്ല, എനിക്ക് അതിലൊരു കാര്യം ചോദിക്കാനുള്ളത്, ഈ മർദ്ദനമേറ്റ AD തോമസ് ഇന്ന് നിയമസഭയിലെ അംഗമാണ്, ആലപ്പുഴ MLA ആണ്, ജനപ്രതിനിധി കൂടിയാണ്. അപ്പം ഇവിടെ ഈ കേസിൽ ഒരു അട്ടിമറി നടന്നുവെന്ന് നമുക്കറിയാം. ആരാണ് ആ അട്ടിമറിക്ക് പിന്നിൽ ഗൂഢാലോചന നടത്തിയത്, ആ ഉന്നതൻ ആരാണ് എന്ന് കേരളത്തിന് മുഴുവൻ അറിയാമെന്ന്. അപ്പോൾ നിങ്ങൾ ഒരു പരാതിയുമായി മുന്നോട്ട് പോയി, നിയമവ്യവസ്ഥയിൽ വിശ്വസിച്ചു, ഇവിടെ വരെ കാര്യങ്ങളെത്തി. ആ ഗൂഢാലോചനയിൽ ഇനി എങ്ങനെ മുന്നോട്ട് പോകാനാണ് നിങ്ങൾ ആലോചിക്കുന്നത്? നിലവിൽ ഞങ്ങൾ ഈ കേസുമായി മുമ്പോട്ട് പോകുമ്പോൾ ഈ കേസിൻ്റെ തുടരന്വേഷണത്തിൽ ഭാഗവാക്കാക്കേണ്ട കാര്യം തന്നെയാണ് എന്തുകൊണ്ടാണ് മുൻ അന്വേഷിച്ച ഏജൻസികൾക്ക് ഇത് തെളിയിക്കാൻ പറ്റാതിരുന്നത്, എവിടെയാണ് ഒരു അട്ടിമറി നടന്നത്, അത് അന്വേഷണ വിധേയമാവേണ്ട ഒരു കാര്യമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ കൃത്യമായും അതിൽ ആരാണ് ഇതിലൊരു അട്ടിമറി നടത്താൻ ശ്രമിച്ചത് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഈ പറയുന്ന ADGPയുടെ ഓഫീസിൽ ഇങ്ങനെ വിളിച്ചു വരുത്തിയിട്ടുണ്ടോ? അവിടെ CCTV ഉള്ള ഓഫീസാണ്, അവിടെ ഉദ്യോഗസ്ഥരുണ്ടാവും, അവരോട് ചോദ്യം ചെയ്യാം. ആ തരത്തിലുള്ള സുതാര്യമായ ഒരു അന്വേഷണം നടത്തി ഒരു റിപ്പോർട്ട്, ഒരു ഫൈനൽ ചാർജ് നൽകുമ്പോൾ അതിനകത്ത് ഉണ്ടാകുമെന്നുള്ള ഒരു വിശ്വാസം എനിക്കും തോമസിനും ഉണ്ട്. ഞങ്ങൾ അതിനു വേണ്ടിയായിട്ട് വരും ദിവസങ്ങളിൽ നിയമോപദേശം കൂടെ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണോ ഈ കാര്യങ്ങൾ ഉൾപ്പെടുത്തി എങ്ങനെ വേണം പരാതി നൽകാൻ, ഈ വിഷയം എങ്ങനെ അന്വേഷിക്കണം, അത് മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കോ ഒരു പരാതിയായി നൽകണമെന്നുണ്ടെങ്കിൽ അത് നൽകുന്ന കാര്യത്തെപ്പറ്റി കൂടി ഞങ്ങൾ ചർച്ചയിലാണ്. അത് നിയമ വിദഗ്ധരുമായി ഒന്ന് ചർച്ച ചെയ്ത ശേഷം അതോ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെയാണോ ഇങ്ങനൊരു ഫൈൻഡിങ്സ് കണ്ടെത്തിയിട്ട് ഈ കേസിൽ കൊടുക്കേണ്ടത്. ഞങ്ങൾ വിളിച്ചു വരുത്തി മൊഴികൾ രേഖപ്പെടുത്തിയ സമയത്ത് ഞാനും തോമസും വളരെ കൃത്യമായി പറഞ്ഞിരുന്നു, ഇത്തരത്തിലൊരു ഇടപെടലുകൾ ഉണ്ടായി എന്നുള്ള അഭ്യൂഹം നിലനിൽക്കുമ്പോൾ ആ കാര്യം കൂടെ അന്വേഷിക്കണമെന്ന കാര്യം ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. അത് അവരുടെ അന്വേഷണ പരിധിയിൽ വരുന്നതാണോ അതോ ഞങ്ങൾ നേരിട്ട് പരാതി നേരിട്ട് കൊടുക്കണോ എന്ന കാര്യത്തെപ്പറ്റി വളരെ കൃത്യമായ ഒരു ലീഗൽ ഒപ്പീനിയൻ കിട്ടിയ ശേഷം ഞങ്ങൾ അതുമായിട്ട് മുമ്പോട്ട് പോകുന്നതാണ്. ശരി, അഡ്വക്കേറ്റ് MR അഭിലാഷ്, എനിക്കൊരു നിയമവശം കൂടി ചോദിക്കാനുണ്ട്. ഇപ്പോൾ ഇന്ന് IPC 308 ഒരു പുതിയ വകുപ്പ് കൂടി ചുമത്തിയിരിക്കുന്നത്. ഇതിനു മുൻപ് പലതവണ ഈ അന്വേഷണ ഉദ്യോഗസ്ഥരോട് കോടതി ചോദിച്ചതാണ്, അതായത് ആദ്യത്തെ ദിവസം എഴുതിയ FIR-ലെ വകുപ്പുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ പുതിയത് എന്തെങ്കിലും ഉണ്ടോ, ചേർക്കാനുണ്ടോ എന്ന് പലകുറി ചോദിച്ചതാണ് കോടതി. പക്ഷെ അതൊന്നും ഉണ്ടായില്ല. പക്ഷേ ഇന്നിപ്പോൾ IPC 308 കൂടി ചേർക്കപ്പെടുകയാണ് അതിലേക്ക്. അതോടുകൂടി ഇപ്പം നോൺ ബെയിലബിൾ ഒഫൻസ് ആണ്. അതോടുകൂടി ഈ പറയുന്ന ഇപ്പം നമുക്കറിയാം അവർക്ക് 5 പേരെയും സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അതിലപ്പുറം അവരെ സംബന്ധിച്ച് എന്തൊക്കെ നിയമ പ്രതിസന്ധികളായിരിക്കും ഇനി ഉണ്ടാവുക? ആര്യ, ഇതിൻ്റെ വിശദാംശങ്ങൾ നിങ്ങളിപ്പോൾ വാർത്താമാധ്യമങ്ങളിലൂടെ പറയുന്നത് അടിസ്ഥാനത്തിൽ മാത്രമേ എനിക്ക് അറിയാൻ കഴിയുന്നുള്ളൂ. ഡൽഹിയിലിരിക്കുന്നത് കൊണ്ടും പ്രത്യേകിച്ചും കേരളത്തിൽ അങ്ങനെ ഡയറക്റ്റ് ഡോക്യുമെൻറ്റ്സിൽ ആക്സസ് ഇല്ലാത്തത് കൊണ്ടും ആയിരിക്കാം. ഇത് വധശ്രമം മാത്രമായിട്ടാണ് ഇപ്പോൾ ചാർജ് ചെയ്തിരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ നരഹത്യാ ശ്രമക്കുറ്റം മാത്രമാണ് എങ്കിൽ അത് എത്രത്തോളം നിലനിൽക്കുമെന്നുള്ളത് നമുക്ക് സംശയമാണ്. കാരണം ഇവർക്ക് ഗുരുതരമായിട്ടുള്ള പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് അന്നത്തെ IPC-യുടെ 324, 325 പോലെയുള്ള പ്രൊവിഷൻസ് ഒക്കെ ഇൻവോക്ക് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ അതൊന്നും ഇൻവോക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം നരഹത്യ ശ്രമ കുറ്റം മാത്രമായിട്ട് അവിടെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫലമായിട്ടുണ്ടായ പരിക്ക് അവിടെ FIR-ൽ റിഫ്ലക്റ്റ് ചെയ്യപ്പെടുന്നില്ല എങ്കിൽ അതൊരു മെയിൻ ചാർജായിട്ട് നിലനിൽക്കുകയില്ല. അപ്പോൾ ഇത് താങ്കൾ പരിശോധിക്കേണ്ടതായിട്ടുള്ളത് ഈ 324-ഓ 323-ഓ ഒക്കെ IPC-യിലെ വോളണ്ടറിലി കോസിങ് ഹേർട്ട് ചെയ്യുക, പിന്നെ ഗുരുതരമായിട്ടുള്ള വെപ്പൺസ് കൊണ്ട്, അപകടകരമായിട്ടുള്ള വെപ്പൺസ് കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള മാർഗങ്ങൾ കൊണ്ടോ ഹർട്ട് ചെയ്യുക, പിന്നെ ഗുരുതരമായിട്ടുള്ള മുറിവത്തരത്തിൽ ഉണ്ടാക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള മെയിൻ പ്രിൻസിപ്പൽ പ്രൊവിഷൻസ് ഇൻവോക്ക് ചെയ്യാതെ നരഹത്യാ ശ്രമക്കുറ്റം മാത്രമായിട്ടാണ് ആഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ അത് എത്രത്തോളം നിലനിൽക്കുമെന്നുള്ളതിനകത്ത് സംശയം വരേണ്ടതായിട്ടുണ്ട്. കാരണം
ഇവർക്ക് സംഭവിച്ചിട്ടുള്ള അപകടം അല്ലെങ്കിൽ മുറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് നിയമത്തിലൊരു ഒഫൻസായിട്ട് മാറുന്നത്. അപ്പോൾ ആ ശ്രമം നടത്തിയിട്ടുണ്ടെങ്കിൽ ആ ശ്രമത്തിൻ്റെ പരിണിതഫലമായിട്ട് അവർക്ക് ഇഞ്ചുറി ഉണ്ടാകണം. അപ്പോൾ ഇത് മാത്രമാണ് ചുമത്തിയിരിക്കുന്നതെങ്കിൽ പിന്നെ ആദ്യം അങ്ങനെയൊക്കെ ചുമത്താൻ നോൺ ബെയിലബിൾ ഒഫൻസസ് ചുമത്താൻ അവർക്ക് വൈമുഖ്യം എന്തുകൊണ്ട് വന്നു എന്നുള്ളതും സംശയാസ്പദമാണ്. ഒരു പക്ഷേ പോലീസ് സേനയിൽ രക്തത്തെ അനുകമ്പയോടുകൂടി തിരിച്ചറിഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണോ എന്നുള്ളത് നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ഈ സേനയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന വ്യക്തികൾ തമ്മിലുള്ള ദൃഢമായിട്ടുള്ള ബന്ധവും പലതരത്തിൽ സ്വാധീനിക്കാനൊക്കെ കഴിയുന്നതാണ്. കോടതി തന്നെ നിങ്ങളെന്താ മറ്റൊന്നും ചാർജ് ചെയ്യാത്തതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചാർജ് ചെയ്യാനുള്ള സംഭവം അവിടെ ഉണ്ട് എന്ന് ബോധ്യമായിട്ടുണ്ടായിട്ടായിരിക്കുമല്ലോ. എൻ്റെ നിരീക്ഷണം മാത്രമാണ് പറയുന്നത്, ന്യായാധിപരുടെ മനസ്സിൽ കയറാൻ ശ്രമിക്കുകയല്ല. അപ്പോൾ ഇത് ഒന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഇത് മാത്രമായിട്ടാണെങ്കിൽ നിലനിൽക്കാനുള്ള സാധ്യത യെക്കുറിച്ച് നാം സംശയിക്കേണ്ടതായിട്ടുണ്ട്. FIR പ്രോപ്പറായിട്ടൊന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. ആര്യ. ശരി, ശ്രീ ടി കെ രാജ്മോഹൻ, അവസാനമായി ഇപ്പം ഒരു പക്ഷേ പ്രതികൾ കീഴടങ്ങിയേക്കാം, അപ്പോൾ കീഴടങ്ങിയേക്കാം കോടതിയിൽ എന്നൊരു അഭ്യൂഹം ഉണ്ടായിരുന്നു ഇന്ന്. പോലീസ് ഉദ്യോഗസ്ഥരുടെയൊക്കെ വലിയൊരു സേന തന്നെ ഇന്ന് കോടതി പരിസരത്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിന്റെ ഭാഗമായി കീഴടങ്ങുകയാണെങ്കിൽ ഒരു പക്ഷേ പിന്നീട് നോട്ടീസൊക്കെ കൊടുത്തു വേണ്ടി വരും ഇവരെ വിളിച്ചു വരുത്താൻ. അതിനെ കൊണ്ടായിരിക്കുമോ ഈ IPC 308 ചുമത്തിയത്? അല്ല, അത് ഒരു ഇൻവെസ്റ്റിഗേഷനിൽ പല ടെക്നിക്സ് ഉപയോഗിക്കും. അപ്പോൾ ഈ സ്വാഭാവികമായിട്ട് ഈ നമ്മളൊക്കെ പറയാം അതെന്താ റിപ്പോർട്ട് കൊടുക്കാത്തത് എന്താണെന്ന്. കാരണം ഇതിലത്തെ പ്രതികൾ ആൻസിപ്പേറ്ററി ബെയിലിന് പോയത് ഈ അവരുടെ എന്താണ് വകുപ്പുള്ളത് അതൊക്കെ ബെയിലബിൾ ഒഫൻസാണ്. ആ ബെയിലബിൾ ഒഫൻസിലാണ് ഇവർ ആദ്യം ആൻസിപ്പേറ്ററി ബെയിലിൽ പോയത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ റിപ്പോർട്ട് കൊടുക്കില്ല, ഈ ചേർക്കാനുള്ള റിപ്പോർട്ടുകളൊന്നും സാധാരണ കൊടുക്കില്ല. അപ്പോഴാണ് ജില്ലാ കോടതി പറയുന്നത് ഇത് ബെയിലബിൾ ഒഫൻസ് ആണല്ലോ, പിന്നെ നിങ്ങൾക്ക് കോടതി പോയാൽ ആ ട്രയൽ കോർട്ട് പോയാൽ കിട്ടുമല്ലോ, പിന്നെ ഇവിടെ എന്തിനാണ് വന്നത്? അപ്പോഴേ പോലീസോട് ചോദിക്കുമ്പോൾ പോലീസ് അത് ഇപ്പോൾ റിപ്പോർട്ട് ഇപ്പോൾ കൊടുക്കാൻ പോകുന്നത് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ടാക്ടിക്സ് ഉപയോഗിക്കും. അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴാണ് ഇപ്പോഴ് ജില്ലാ കോടതി പറഞ്ഞു നിങ്ങൾ ട്രയൽ കോർട്ടിൽ പോകണം ഫോർ ബെയിൽ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞതിന് ശേഷമാണ് ഈ ട്രയൽ കോർട്ടിൻ്റെ ബെയിലിന് പോയെന്ന ആ സമയത്താണ് ഇപ്പോൾ ഈ 308 IPC അതായത് 110 BNS ആഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ നോൺ ബെയിലബിൾ സെക്ഷൻ വന്നു വരും. പിന്നെ കൂടാതെ ഡെഫിനറ്റായിട്ട് ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് കൊണ്ടുപോകുമ്പം ഈ 110 മാത്രം നിൽക്കില്ല, ബട്ട് 110 മാത്രമായിട്ട് ഫയൽ ചെയ്യില്ല, അതിൻ്റെ കറസ്പോണ്ടിങ് എല്ലാ വകുപ്പുകളും ഉണ്ടാവും. കാരണം ഇതിൽ പരിക്ക് വേണം, ഈ പരിക്കില്ലെങ്കിൽ 3 years ആയി പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പരിക്കുണ്ട്, ആ പരിക്ക് അക്കൗണ്ട് ചെയ്യും, അതിന് മതിയായ വകുപ്പ് 326 325 അതാണ് അതിടും. പിന്നെ ബാക്കി 341 ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകളും ഇടും. അല്ലാതെ ഈ 308 മാത്രമായിട്ടുള്ള അല്ല സ്റ്റാൻഡ് ചെയ്യുക. അപ്പം എനിക്ക് തോന്നുന്നു ഇൻവെസ്റ്റിഗേഷൻ പ്രോപ്പറായിട്ട് പോകുന്നുണ്ട്. എല്ലാ വകുപ്പുകളും ആഡ് ചെയ്ത് തന്നെ ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇവരുടെ ഈ പ്രതികളെന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഒരു സഹായവും ഈ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ ഭാഗത്ത് ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. അത് എന്ത് സ്നേഹമായാലും ശരി, ബഹുമാനമായാലും ശരി, അല്ലെങ്കിൽ പോലീസിൻ്റെ രക്തമായാലും ശരി ഉണ്ടാവില്ല എന്നാണ് എനിക്കൊക്കെ തോന്നുന്നത്. കാരണം ഈ SIT ടീമിൻ്റെ ഈ ഉദ്യോഗസ്ഥന്മാരൊക്കെ എൻ്റെ കൂട്ടത്തിൽ വർക്ക് ചെയ്ത ആൾക്കാരും വളരെ പേഴ്സണൽ അറിയുന്ന ആൾക്കാരാണ്. വെരി എഫിഷ്യൻ്റായ ഉദ്യോഗസ്ഥരാണ്. അവരങ്ങനെ ഒരു സ്നേഹവും ബഹുമാനമൊന്നും കാണിക്കാൻ പോകുന്നില്ല. കാരണം അവരുടെ മുന്നിൽ നിയമവും സംവിധാനവും മാത്രമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ കേസിൽ വേറെ തരത്തിലുള്ള ഒരു ബാഹ്യ ഇടപെടൽ ഉണ്ടാവില്ല. പക്ഷേ ഇതിലുണ്ടാകുന്ന ഒരേ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ആരാണ് ഈ സെക്കൻഡ് രക്ഷാപ്രവർത്തനം നടത്തിയത്? രണ്ടാമത്തെ രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നത് ഈ കേസ് ഇങ്ങനെ ഈ തരത്തിലേക്ക് ഈ നിയമവിരുദ്ധമായിട്ട് മാറ്റിയത് ആരാണ്? അത് ഏത് ഉദ്യോഗസ്ഥനാണ്? അത് ടോപ്പ് ലെവൽ ഓഫീസറാണോ? ആ ടോപ്പ് ലെവൽ ഓഫീസറെയും കൂടി ഇൻവോൾവ് ആക്കണമെന്നുണ്ടെങ്കിൽ അതിന് പ്രോസിക്യൂട്ടബിളായ എവിഡൻസ് വേണം. അല്ലാതെ ഒരുപാട് ചില എവിഡൻസുകൾ കിട്ടും, അദ്ദേഹത്തിന് ഇൻവോൾവ്മെന്റ് അല്ലെങ്കിൽ വേറെ അതിന് മുകളിലുള്ള ഇൻവോൾവ്മെന്റ് പറയാൻ പറ്റും. പക്ഷേ അന്നത്തെ ലോ ആൻഡ് ഓർഡർ ADGP കേസ് ഡയറി വിളിപ്പിച്ചു എന്നുള്ളത് പോലീസ് ഉദ്യോഗസ്ഥന് തന്നെ മൊഴിയാണ്. അപ്പോൾ ലോ ആൻഡ് ഓർഡർ ADGPയുടെ ആ ദിവസത്തെ CCTV അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കട്ടെ അജയ് ജുവൽ കുര്യാക്കോസ് പറയുന്നത് അതുകൊണ്ടാണ്. അല്ല അതുകൊണ്ട് മാത്രം ഒരാളെ പ്രതിയാക്കാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ്മാരെ വിളിക്കാം. അങ്ങനെ അപ്പോൾ അതുകൊണ്ട് അതാ പറയുന്നത് ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാർക്കോ അല്ല അതിൻ്റെ മുകളിലുള്ള വേറെ പൊളിറ്റിക്കായിട്ടുള്ള ആൾക്കാരൊക്കെ ഇൻവോൾവ് ആക്കണമെങ്കിൽ ദർ ഷുഡ് ബി സം പ്രോസിക്യൂട്ടബിൾ എവിഡൻസ്. അല്ലാതെ എനിക്ക് നിങ്ങൾക്ക് മാത്രം തോന്നിയാൽ പോരാ. അപ്പോൾ അത്തരത്തിലുള്ള എവിഡൻസുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും, കാരണം അവിടെ CCTV ഉണ്ട്, അദ്ദേഹം വിളിപ്പിച്ചു, അതിനുശേഷം അദ്ദേഹം അത് കറക്റ്റ് ചെയ്തു, ആ കറക്റ്റ് ചെയ്ത കാര്യങ്ങൾ അവിടെ സ്പെസിഫിക് ആയിട്ടുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞ എവിഡൻസ് കൊണ്ടുവരാം. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു പ്രോസിക്യൂട്ടബിളായ എവിഡൻസ് നിർബന്ധമായി വേണം.
പക്ഷേ ഡിപ്പാർട്ട്മെന്റൽ ആക്ഷൻ ഇതൊന്നും ആവശ്യമില്ല. ഡിപ്പാർട്ട്മെന്റ് ആക്ഷനിൽ ഇൻവെസ്റ്റിഗേഷൻ്റെ ഫൈൻഡിങ്സിൽ വരുന്ന ചില കാര്യങ്ങൾ മാത്രം മതി. അത് വെച്ച് റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഡിപ്പാർട്ട്മെന്റൽ ആക്ഷൻ പറ്റും. പക്ഷേ ഒരു ക്രിമിനൽ ഒഫൻസ് കൊണ്ടുവരണമെങ്കിൽ ദർ ഷുഡ് ബി സഫിഷ്യന്റ് എവിഡൻസ് എന്നാണ് എൻ്റെ അഭിപ്രായം. ശരി, എന്തായാലും രക്ഷാപ്രവർത്തനം അത് കേരളം നെഞ്ചേറ്റിയ ഒരു വാക്കായിരുന്നു. കേരളത്തിന്റെ പൊതുബോധത്തിനേറ്റ ഒരു അടി കൂടിയായിരുന്നു ആ രക്ഷാപ്രവർത്തനം. ആ രക്ഷാപ്രവർത്തനത്തിൽ കേരളം നൽകിയ മറുപടിയായിരുന്നു ഈ 102 എന്ന UDFന്റെ വലിയ മാൻഡേറ്റ്. അതിൽ സംശയമില്ല. ആ രക്ഷാപ്രവർത്തനം പുതിയ സർക്കാർ വരുമ്പോൾ, സതീശൻ സർക്കാർ വരുമ്പോൾ ഒന്നും മറക്കില്ല എന്ന് ഉറപ്പാക്കി കാര്യങ്ങൾ വലിയ വേഗത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അതിവേഗം ബഹുദൂരം പോകുന്നുണ്ട് ഈ രക്ഷാപ്രവർത്തനത്തിൽ. അപ്പോൾ എന്തായാലും ഇനി നോ രക്ഷ എന്ന ഉറപ്പാണ്. വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ പാനലിസ്റ്റുകൾക്കും. ചർച്ച കണ്ട പ്രിയ പ്രേക്ഷകർക്കും. സൂപ്പർ പ്രൈം ടൈം ഇവിടെ അവസാനിക്കും.